നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ, പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഫൗണ്ടർ, ലോക പ്രശസ്ത പ്രബോധകൻ, വാഗ്മി, ഗ്രന്ഥകർത്താവുമായ ജനാബ് എം എം അക്ബർ സാഹിബ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കേരള യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗത്തിന്റെ ഒരു മഹത്തായ ദൗത്യം പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയെയും സാഹിത്യത്തെയും സന്ദേശത്തെയും കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള അവസരം, അതോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പൊതുജന സദസ്, ഇന്ന് ഈ സായാഹ്നത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന വിഷയമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചിന്തയെയും നമ്മുടെ അന്വേഷണത്തെയും എല്ലാം പെട്ടെന്ന് പ്രതിസന്ധിയിലാക്കുന്ന, എങ്ങനെ അത് സംഭവിച്ചു എന്നറിയാൻ കഴിയാത്ത അത്ഭുതങ്ങൾ. മജീഷ്യന്റെ സ്റ്റേജിൽ വെച്ച് അയാൾ കൈയടക്കം കൊണ്ടോ ശാസ്ത്രീയമായ വിദ്യകൾ കൊണ്ടോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുത പരതന്ത്രരായിരിക്കും. എന്നാൽ ആ അത്ഭുതത്തിന്റെ പിന്നിലുള്ള രഹസ്യം നമ്മൾ അറിയുന്നതോടുകൂടി അതൊരു അത്ഭുതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഇത് കേവലം ഒരു തന്ത്രം മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇവ എക്കാലഘട്ടത്തിലും നടന്നു വന്നിട്ടുള്ള അത്ഭുതങ്ങൾ. എന്നാൽ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട അത്ഭുതങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അത് അക്കാലഘട്ടത്തിലെ അറിവിനെയും കഴിവുകളെയും വെല്ലുവിളിച്ച യഥാർത്ഥത്തിലുള്ള അത്ഭുതങ്ങളായിരുന്നു. അവയുടെ രഹസ്യം ശാസ്ത്രീയമായ പഠനങ്ങളെ കൊണ്ടോ അതല്ലാത്ത രൂപത്തിലുള്ള അപഗ്രഥനങ്ങളെ കൊണ്ടോ മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള അത്ഭുതങ്ങളായിരുന്നു അവ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മോശെ പ്രവാചകൻ തന്റെ കയ്യിലുള്ള വടിയിട്ട് ഇട്ടപ്പോൾ സർപ്പമായി മാറി. അതൊരു മാന്ത്രിക വിദ്യയായിരുന്നില്ല, വസ്തുതയായിരുന്നു. അതുകൊണ്ടാണ് മാന്ത്രിക ജാലവിദ്യക്കാരായ ഫറോവയുടെ ഇന്ദ്രജാല വിദ്യക്കാർ, അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിലൂടെ പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച ഈ അത്ഭുത വിദ്യ കണ്ടപ്പോ അവർ മോശയിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് യഥാർത്ഥത്തിലുള്ള അത്ഭുതമാണ് എന്നും മാന്ത്രിക വിദ്യയല്ല എന്നും പറഞ്ഞുകൊണ്ട് മൂസാ നബിയിൽ വിശ്വസിച്ചത്. പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട അത്ഭുതങ്ങൾ ഒരുപാട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, യേശുക്രിസ്തുവിലൂടെ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന അത്ഭുതമുണ്ടായി. അന്ധർക്ക് കാഴ്ച നൽകപ്പെടുന്ന അത്ഭുതമുണ്ടായി. പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തുന്ന അത്ഭുതമുണ്ടായി. അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും വൈയക്തികമായി ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെയുണ്ടായ അത്ഭുതങ്ങൾ നിരവധിയാണ്, ഒരുപാട് അത്ഭുതങ്ങൾ. പക്ഷേ ഈ അത്ഭുതങ്ങൾക്കപ്പുറം
ഈ അത്ഭുതങ്ങൾക്കെല്ലാം ഏത് പ്രവാചകനിലൂടെയുണ്ടായ അത്ഭുതമാണെങ്കിലും അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതി, ആ അത്ഭുതങ്ങൾ ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ മാത്രം നിലനിന്നവയായിരുന്നു എന്നതാണ്. മൂസാ നബിയുടെ പ്രവാചകത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അദ്ദേഹം പ്രവാചകനായിരുന്നില്ല എന്ന് വാദിക്കുന്നവർക്ക് മുന്നിൽ ഇന്ന് സർപ്പമായി തീരുന്ന വടി അവശേഷിക്കുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യേശുക്രിസ്തുവിന്റെ പ്രവാചകത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇന്ന് അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ച വിദ്യ അവശേഷിക്കുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ ചന്ദ്രനെ പിളർത്തിയതുപോലെയുള്ള അത്ഭുത വിദ്യകൾ ഇന്ന് അവശേഷിക്കുന്നില്ല. ഇവയെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി. ഇവ നിഷേധിക്കുന്നവർക്ക് മുന്നിൽ അങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ എഴുതിയത് രേഖപ്പെടുത്തിയത് കാണിച്ചു കൊടുക്കുവാനല്ലാതെ മറ്റൊരു നിർവാഹവും ഇന്നത്തെ മതവിശ്വാസിയുടെ മുന്നിലില്ല. എന്നാൽ അന്തിമ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട അതിവിശിഷ്ടമായ അത്ഭുതം, അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട, അദ്ദേഹത്തിലൂടെ പ്രകടിപ്പിക്കപ്പെട്ട മറ്റെല്ലാ അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതം, അത്ഭുതങ്ങളുടെ അത്ഭുതം, അത് വിശുദ്ധ ഖുർആനായിരുന്നു. ആ വിശുദ്ധ ഖുർആൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും പരിശോധിക്കാവുന്നതാണ്. ആർക്കും പരിശോധിച്ചാൽ സത്യസന്ധമായ പരിശോധനയാണെങ്കിൽ അന്തിമ പ്രവാചകന്റെ പ്രവാചകത്വം അവർക്ക് മുന്നിൽ കൃത്യമായി ചുരുൾ നീക്കപ്പെടും, സംശയമില്ല. അതാർക്കും പരിശോധിക്കാം. കാലത്തിന്റെ കുലം കുത്തിയുള്ള ഒഴുക്കിനിടയിൽ അതിലെ അത്ഭുതങ്ങൾക്കൊന്നിനും ഒരു ഗ്ലാനി സംഭവിക്കില്ല എന്ന് മാത്രമല്ല, അതിലെ അത്ഭുതങ്ങൾ കൂടുതൽ ശോഭയോടുകൂടി തിളങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഖുർആനിന്റെ സവിശേഷത? ഒരു രാത്രി കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല ഖുർആനിലെ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ. ഒരൊറ്റ രാത്രിയുടെ സമയബന്ധിതമായ അവസ്ഥയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മൾ അറിയണം, പരിശുദ്ധ ഖുർആൻ മാത്രമാണ് അറിയപ്പെട്ടിടത്തോളമുള്ള ലോകത്ത് നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ സ്വയം ദൈവീകമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം. സ്വയം ദൈവീകമെന്ന പ്രഖ്യാപനം അതുമുതൽക്ക് ആരംഭിക്കുന്ന ഖുർആനിന്റെ അത്ഭുതം. ദൈവീകമാണ് എന്ന് ഞാനൊരു പുസ്തകം എഴുതി എനിക്ക് വാദിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്കും വാദിക്കാം. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഇത് സ്വന്തമുള്ള അവകാശവാദമാണ്. മതവിശ്വാസികൾക്ക് അവരുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങൾ ഉയർത്തിക്കാട്ടി ഇവ ദൈവികമാണ് എന്ന് വാദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ സ്വയം തന്നെ പ്രഖ്യാപിക്കുന്നു, വഇന്നഹു ലതൻസീൽ റബ്ബിൽ ആലമീൻ. ഖുർആൻ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറയിലെ 192-ാമത്തെ വചനം. ആവർത്തിച്ച് ഖുർആൻ ഈ പ്രഖ്യാപനം നടത്തുന്നു. അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിലെ 1-2 വചനങ്ങൾ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാനിലെ 1-2 വചനങ്ങൾ. പരിശുദ്ധ ഖുർആൻ സ്വയം പ്രഖ്യാപിക്കുന്നു, ഇത് പരമകാരുണികന്റെ സർവലോക രക്ഷിതാവിന്റെ അജയ്യനായ തമ്പുരാന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന്. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ വേറിട്ട് നിൽക്കുന്നത് ഇവിടെയാണ്. അതോടൊപ്പം തന്നെ വേദഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റുപാടും. എന്നാൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ ഏതെങ്കിലും വേദഗ്രന്ഥം നിലനിൽക്കുന്നുണ്ടോ എന്ന് ആ വേദഗ്രന്ഥങ്ങളുടെ വക്താക്കളോട് ചോദിച്ചു നോക്കുക. ഉത്തരം ഇല്ല എന്നായിരിക്കും. ഖുർആൻ ഇവിടെയും വേറിട്ട് നിൽക്കുന്നു. അവതരിപ്പിക്കപ്പെട്ട അതേ വിശുദ്ധിയിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീണ്ട 23 വർഷ കാലഘട്ടത്തിനിടക്ക് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ യാതൊരു മാറ്റങ്ങളുമില്ലാതെ നിലനിൽക്കുന്നു പരിശുദ്ധ ഖുർആൻ എന്നത് മാത്രമല്ല, അതങ്ങനെ നിലനിർത്തുമെന്നത് സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ പ്രഖ്യാപനപാട്, അവന്റെ അവകാശവാദപാട്, അവന്റെ വാഗ്ദാനപാട്. പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്ത് ഹിജ്റിലെ 9-ാമത്തെ വചനത്തിലൂടെ പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കുന്നു, നാം ആകുന്നു ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി
മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന്, ഏത് തരത്തിലുമുള്ള കരവിരുതുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായി യാതൊരു രൂപത്തിലുമുള്ള കരവിരുതുകൾ നടക്കാതെ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അതിന്റെ അത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞു. ആ അത്ഭുതങ്ങളിൽ ഖുർആൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, എക്കാലഘട്ടത്തിലെയും ജനങ്ങളുടെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 82-ാമത്തെ വചനം. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും മുറിയിൽ പോയിരുന്ന് ഒറ്റയടിക്ക് എഴുതിയുണ്ടാക്കിയവയല്ല. പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ, നീണ്ട 23 വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുകയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ലോകം കേൾക്കുകയും ചെയ്ത ഗ്രന്ഥപാട്. ഇങ്ങനെയായിട്ടും അതിൽ ഒരൊറ്റ വൈരുദ്ധ്യം പോലുമില്ല. ഒരൊറ്റ വൈരുദ്ധ്യം മാത്രവുമല്ല, അത് പൂർണ്ണമായും അബദ്ധങ്ങളിൽ നിന്ന് മുക്തമായി നിലകൊള്ളുന്നു. ഇന്നലകളിൽ മാത്രമല്ല, ഇന്നലകളിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രം എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. ശാസ്ത്രം നമ്മൾ ഇന്ന് വ്യവഹരിക്കുന്ന രൂപത്തിൽ ഒരു വൈജ്ഞാനിക രൂപമായി, ഒരു ഫാക്കൽറ്റിയായി രൂപപ്പെടുന്നതിന് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ നമ്മുടെ യുക്തി അനുസരിച്ചുകൊണ്ട് അപഗ്രഥിക്കുമ്പോൾ അതിൽ അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരുടെ പോലും ഗ്രന്ഥങ്ങളിൽ ഇക്കാലഘട്ടത്തിൽ നമ്മൾ ആ ഗ്രന്ഥങ്ങൾ അപഗ്രഥിക്കുമ്പോൾ അവയിൽ നിരന്തരം അബദ്ധങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വയം പ്രഖ്യാപിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതെങ്ങാനും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പരിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നു, ഇത് ദൈവികമല്ല. ഇതിലൊരു അബദ്ധം കണ്ടെത്തി കഴിഞ്ഞാൽ, ഇതിലൊരു തെറ്റ് വസ്തുനിഷ്ഠമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവികമല്ല എന്ന് സമ്മതിക്കുവാൻ സന്നദ്ധമാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. ഖുർആനിലെ ഓരോ പദങ്ങളും അത്ഭുതകരമാണ്, ഓരോ പരാമർശങ്ങളും അത്ഭുതകരമാണ്. എങ്ങനെ നോക്കിയാലും അബദ്ധങ്ങൾ കണ്ടെത്താൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ. ഒരു ഉദാഹരണം നോക്കുക നിങ്ങൾ. ഇപ്പോൾ രാത്രി ആകാശത്ത് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്ന സമയം, രാത്രി സമയത്ത് നമ്മൾ വിളക്ക് ഉപയോഗിക്കും. വിളക്കിന് അറബിയിൽ സിറാജ് എന്ന് പറയും. രാത്രി സമയത്താണ് വിളക്ക് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ കവി മനസ്സുകൾ ചന്ദ്രനെ വിവരിക്കുമ്പോൾ ചന്ദ്രനെ വിളക്കുമായി ഉപമിക്കും. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിലെ 16-ാമത്തെ വചനം മറിച്ചു നോക്കുക. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. ഖുർആൻ പറയുകയാണ്, തീർച്ചയായും അവിടെ ചന്ദ്രനെ ഒരു നൂറാക്കിയും സൂര്യനെ ഒരു സിറാജാക്കിയും പടച്ചവൻ വെച്ചിരിക്കുന്നു. സിറാജ് എന്ന പദത്തിന് നേർക്കുനേരെ അറബിയിൽ അർത്ഥം വിളക്ക് എന്നാണ്. വിളക്ക് എന്നാണ് സിറാജ് എന്ന പദത്തിനർത്ഥം. തീർച്ചയായും രാത്രിയിൽ വരുന്ന ചന്ദ്രനെയാണ് 14 നൂറ്റാണ്ട് മുൻപത്തെ ഒരു അറബിയുടെ രചനയാണ് പരിശുദ്ധ ഖുർആനെങ്കിൽ അതിൽ വിളക്കിനോട് ഉപമിക്കേണ്ടത്. പക്ഷേ വിളക്കാണ് പ്രകാശത്തിന്റെ സ്രോതസ്. നൂർ ആ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രകാശമാണ്. ചന്ദ്രനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പലതവണ പറഞ്ഞു. എവിടെയും ചന്ദ്രനെ കുറിച്ച് സിറാജ് എന്ന് പറഞ്ഞില്ല. ചന്ദ്രനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം നൂർ എന്നോ മുനീർ എന്നോ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. സൂര്യനെ കുറിച്ചാകട്ടെ സിറാജ് എന്നും ളിയാ എന്നും പറഞ്ഞു. ഇവിടെയെല്ലാം നമ്മൾ കാണുക സ്വയം പ്രകാശിക്കുന്ന സ്രോതസ് സൂര്യൻ. അതേസമയം സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരാകാശഗോളം ചന്ദ്രൻ. കാരണം ചന്ദ്രൻ ഒരു നൂറാണ്, പ്രകാശിപ്പിക്കപ്പെടുന്ന പ്രകാശം.
ഒരിക്കലും എങ്ങനെ നോക്കിയാലും ഒരു അബദ്ധം കണ്ടെത്താൻ സാധ്യമല്ലാത്ത വിധം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ആ രൂപത്തിൽ സമഗ്രമാണ്, സമ്പൂർണമാണ്, സൂക്ഷ്മമാണ്. നിങ്ങൾ ആലോചിക്കുക, പരിശുദ്ധ ഖുർആന്റെ അവതരണ കാലഘട്ടത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായും ഉണ്ടാകണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. നമ്മുടെ ഒരു ശാസ്ത്രീയമായ അറിവും രൂപപ്പെട്ടു വന്നിട്ടില്ലാത്ത കാലം. ഒരു അന്ധവിശ്വാസം പറയട്ടെ ഞാൻ. ലോകത്ത് എങ്ങും നിലനിന്നിരുന്ന ഒരു അന്ധവിശ്വാസം, അത് 2 രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗർഭാശയത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്നത് ഒന്നുകിൽ സ്ത്രീയുടെ ആർത്തവ രക്തം കൊണ്ടാണ് എന്ന്, അതല്ലെങ്കിൽ പുരുഷന്റെ സ്രവം കൊണ്ടാണ്, ശുക്ലം കൊണ്ടാണ് എന്ന് 2 തരം വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു അക്കാലഘട്ടത്തിൽ. ഗ്രീക്കുകാർക്കിടയിൽ ഒരു വിശ്വാസം, റോമക്കാർക്കിടയിൽ മറ്റൊരു വിശ്വാസം. അതെന്താണ്? ഒന്ന്, പുരുഷന്റെ സ്രവത്തിൽ നിന്ന് മാത്രമായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന വിശ്വാസം. ആ സ്രവം, ഗർഭാശയം അവിടെ സ്ഥിതി ചെയ്യുന്നത്, ഈ സ്രവത്തിനെ വളരുവാൻ ആവശ്യമായ ഒരു സ്ഥലം നൽകുക മാത്രമാണ് സ്ത്രീ എന്നായിരുന്നു അത്തരം വിശ്വാസമുള്ളവർ കരുതിയിരുന്നത്. മറ്റൊരു കൂട്ടർ റോമക്കാർ, അവരുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ഗർഭാശയത്തിൽ രൂപപ്പെട്ടു വരുന്ന ആർത്തവരക്തം അത് പുരുഷന്റെ സ്രവം കടന്നു ചെല്ലുന്നതോടുകൂടി അത് സ്വയം കട്ടിയായി കുഞ്ഞായി തീരുന്നു എന്നായിരുന്നു. ഇത് 18-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ശാസ്ത്രലോകത്തെ വിശ്വാസങ്ങൾ. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമെല്ലാം രചിക്കപ്പെട്ട ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ ഈ പരാമർശങ്ങൾ നിരവധി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ അവസ്ഥക്ക് മാറ്റമുണ്ടായത് ശാസ്ത്രലോകത്ത് 1833-ൽ. പിന്നീട് അതിന് ശാസ്ത്രീയമായ വ്യാഖ്യാനം നൽകപ്പെട്ടത് 1875-ൽ. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു. ഖുർആനിലെ 76-ാമത്തെ അധ്യായം, 76-ാമത്തെ അധ്യായം, സൂറത്തുൽ ഇൻസാൻ 2-ാമത്തെ വചനം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് കൂടിച്ചേർന്നുണ്ടായ ഒരു നുത്ഫയിൽ. ഇതാണ് കൂടിച്ചേർന്നുണ്ടായ നുത്ഫ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സഹീഹ് മുസ്ലിമിലെ കിതാബുൻ നിക്കാഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്? പുരുഷ നുത്ഫയിൽ നിന്നും സ്ത്രീയുടെ നുത്ഫയിൽ നിന്നും. അവ രണ്ടും കൂടിച്ചേർന്നുകൊണ്ട് കുഞ്ഞുണ്ടാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസം, സ്ത്രീയിൽ നിന്ന് മാത്രമായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്നൊരു വിഭാഗത്തിന്റെ അന്ധവിശ്വാസം പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായില്ല. അതിന്റെ സ്വാധീനം. മറ്റൊരു വിഭാഗത്തിന്റെ അന്ധവിശ്വാസം പുരുഷനിൽ നിന്ന് മാത്രമായാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന അതിന്റെ സ്വാധീനവും പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായില്ല. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാവുകയാണ്. അക്കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തിന്റെ സ്വാധീനം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ ഉണ്ട് എന്ന് തെളിയിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ അന്നത്തെ അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല, ഇക്കാലഘട്ടം ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായി നമ്മൾ മനസ്സിലാക്കുന്ന സർ ഐസക് ന്യൂട്ടനെ പോലെയുള്ള ഒരു ബുദ്ധിജീവികൾക്കുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, ആൽബർട്ട് ഐൻസ്റ്റൈനെയും അതേപോലെ ഐസക് ന്യൂട്ടനെയും പോലെയുള്ള ആളുകൾക്കുണ്ടായിരുന്ന അന്ധവിശ്വാസം, ഈ പ്രപഞ്ചം എന്നും ഇതേപോലെ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നു എന്ന അന്ധവിശ്വാസം. ആ പ്രപഞ്ചത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ പ്രപഞ്ചം മൊത്തത്തിൽ മാറ്റത്തിന് വിധേയമല്ല എന്ന അന്ധവിശ്വാസം. അവരെല്ലാവരും വിചാരിച്ചത് അങ്ങനെയാണ്. എന്തിനധികം ഐൻസ്റ്റൈൻ തന്റെ ആപേക്ഷികതാ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയപ്പോ സ്വാഭാവികമായും പ്രപഞ്ചം മാറ്റത്തിന് വിധേയമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റന്റിനെ, ഒരു സ്ഥിരാംഗത്തെ അദ്ദേഹത്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കുവാൻ നിർബന്ധിതമായി. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചം എന്നും ഇങ്ങനെയുള്ളതാണ് എന്നും ഈ പ്രപഞ്ചത്തിനകത്ത് മാറ്റമുണ്ടാവുക എന്നല്ലാതെ പ്രപഞ്ചം മൊത്തത്തിൽ മാറുന്നില്ല എന്നും അവരെല്ലാം വിശ്വസിച്ചു. എന്നാൽ പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമാഇനെ കുറിച്ച്, സമാവാത്തിനെ കുറിച്ച് നിരവധി വചനങ്ങളിൽ പറഞ്ഞു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ല. മാത്രവുമല്ല, ഖുർആൻ 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്തിലെ 47-ാമത്തെ വചനത്തിൽ നാം ആകുന്നു നമ്മുടെ കരങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ ആകാശലോകങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നാം തന്നെ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 1929-ൽ ശാസ്ത്രലോകത്ത് ഐൻസ്റ്റൈന്റെയും മുൻപുണ്ടായിരുന്ന ന്യൂട്ടന്റെയും അതേപോലെയുള്ള ശാസ്ത്രലോകത്തെ, പ്രത്യേകിച്ച് ഗോളശാസ്ത്ര രംഗത്തെ പ്രതിഭകളുടെ
പരമ്പരാഗതമായ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പിലൂടെ ആകാശ ലോകത്തേക്ക് നോക്കിയപ്പോ ആകാശ ലോകത്തെ ഗാലക്സികളെല്ലാം, നക്ഷത്രക്കൂട്ടങ്ങളെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടു. അത്ഭുതപ്പെട്ടു അദ്ദേഹം. ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഒരു ബലൂണിലെ പുള്ളിക്കുത്തുകൾ അത് വീർപ്പിക്കുമ്പോ, അത് വികസിപ്പിക്കുമ്പോ പരസ്പരം അകന്നിലുന്നത് പോലെ ഗാലക്സികൾ അകലുന്നുവെങ്കിൽ ഇതിനർത്ഥം ഈ പ്രപഞ്ചമാകുന്ന ബലൂൺ വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. 929 എഡ്വിൻ പി ഹബിൾ അത് പറഞ്ഞപ്പോ ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. എന്നാൽ ഈ സ്വയം പ്രപഞ്ചം വികസിക്കുന്നു എന്ന സിദ്ധാന്തത്തിന് ഉപോത്ബലകമായ 3 കെൽവിൻ റേഡിയേഷൻ പിൽക്കാലഘട്ടത്തിൽ കണ്ടെത്തിയപ്പോ ശാസ്ത്രലോകം അത് അംഗീകരിക്കുവാൻ നിർബന്ധിതമായി. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ സ്വയം പ്രഖ്യാപിക്കുന്നതായി അടയാളപ്പെടുത്തി. ഞാൻ സൂചിപ്പിച്ചു, നാമാകുന്നു ഈ പ്രപഞ്ചം, ഈ ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ചത് നമ്മുടെ കരങ്ങൾ കൊണ്ട്. നാം തന്നെ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ കൃത്യത ഖുർആനിൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ കൃത്യത ഖുർആനിൽ ഉണ്ടായത്? ഏത് തലത്തിലൂടെ നോക്കുമ്പോഴും ഒരബദ്ധമെങ്കിലും കണ്ടെത്താൻ സാധ്യമല്ലാത്ത സൂക്ഷ്മത ഖുർആനിൽ ഉണ്ടായത് എങ്ങനെയാണ്? പദങ്ങൾ തെരഞ്ഞെടുക്കുന്നിടത്തുള്ള പരിശുദ്ധ ഖുർആന്റെ സൂക്ഷ്മത ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. നാം പുതിയ പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോ ആ കണ്ടുപിടുത്തത്തിന് അനുയോജ്യമായ പേരുകൾ നൽകും. പുതുതായി ഒരു രോഗമുണ്ടായപ്പോൾ നമ്മൾ എയ്ഡ്സ് എന്ന് പേര് കൊടുത്തു. എന്തേ കാരണം? അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണത്. അത് മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്ന എന്തോ ഒരു രോഗമാണ്. അതിനെ കൊണ്ട് എയ്ഡ്സ് എന്ന പേര് അത് വ്യാപകമായി. എന്നാൽ പരിശുദ്ധ ഖുർആൻ പേരുകൾ തെരഞ്ഞെടുക്കുമ്പോൾ എത്ര കൃത്യമാണ് ഖുർആനിലെ ആ തെരഞ്ഞെടുപ്പ് പോലും എന്നത് അത്ഭുതകരം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്നാണ് മനുഷ്യനെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അലഖിൽ നിന്നാണ് പടച്ച തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്താണ് അലഖ് എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ അലഖ് എന്ന പദത്തിന് 3 അർത്ഥകൽപ്പനകളുണ്ട്. ഒന്നാമതായി അലഖ് എന്ന പദം അതിന്റെ ക്രിയാധാതു എടുത്തു നോക്കിയാൽ അള്ളിപ്പിടിക്കുന്നത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. രണ്ടാമതായി അള്ളിപ്പിടിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ട് നീരട്ടക്ക് അറബിയിൽ അലഖ് എന്ന് പറയും. അതേപോലെ തന്നെ ആ അള്ളിപ്പിടിച്ചുകൊണ്ട് രക്തം കുടിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ രക്തപിണ്ഡത്തെ പോലെ തോന്നിക്കുന്നതിനാൽ രക്തപിണ്ഡമെന്നും ഈ പദത്തിന് അർത്ഥം പറയും. ഈ 3 അർത്ഥകൽപ്പനകളുള്ള ഒരു പദം. ഇത് അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു പടച്ച തമ്പുരാൻ. എന്താണ് അലഖ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഗർഭാശയത്തിനകത്തേക്ക് പോകാം. 1-ാമത്തെ ദിവസം, കുഞ്ഞിന്റെ ജനനത്തിന്റെ 1-ാമത്തെ ദിവസം പുരുഷ ബീജവും സ്ത്രീ ബീജവും അണ്ടവും കൂടിച്ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്നു. സിക്താണ്ഡം ഫിലോപ്പിയൻ നാളിയിലൂടെ മെല്ലെ നടന്നെടുത്ത് ഗർഭാശയത്തിലെത്തുന്നു. ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ആ സിക്താണ്ഡത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകമായ ചില അള്ളിപ്പിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ആ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അത് വളരാൻ ആരംഭിക്കുന്നു. ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിക്കുന്നതിന് ശാസ്ത്രീയമായ പേര് ഇംപ്ലാന്റേഷൻ. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ലെങ്കിൽ കുഞ്ഞ് വളരുകയില്ല. ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ലെങ്കിൽ കുഞ്ഞുണ്ടാവുകയില്ല. അപ്പോൾ അലഖിൽ ഇതാണ് മനുഷ്യ സൃഷ്ടി നടന്നിട്ടുള്ളത്, അള്ളിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്ന്. അങ്ങനെ അള്ളിപ്പിടിച്ച് വളരുന്ന ആ അവസ്ഥയിൽ മൈക്രോസ്കോപ്പിക്കായ സൂക്ഷ്മമായ ഈ ഭ്രൂണത്തെ ഒരു ഫോട്ടോഗ്രാഫി എടുത്താൽ, ആ ഫോട്ടോ എടുത്ത് അതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ അട്ടയുടെ ഫോട്ടോക്ക് തുല്യമായ ഫോട്ടോ, ഏകദേശം അട്ടയുടെ ആകൃതി തന്നെ. മാത്രവുമല്ല ആ സമയത്ത് രക്തക്കുഴലുകൾ രൂപപ്പെടുമെങ്കിലും, കുഞ്ഞിന്റെ ശരീരത്തിൽ രക്തക്കുഴലുകൾ രൂപപ്പെടുമെങ്കിലും രക്തചംക്രമണം നടക്കുന്നില്ല. രക്തചംക്രമണം നടക്കാത്ത ഒരു കട്ടക്കാണല്ലോ നമ്മൾ രക്തപിണ്ഡം എന്ന് പറയുക. ചംക്രമണം ചെയ്യപ്പെടാത്ത രക്തത്തിന്റെ കട്ട. 3 പദങ്ങൾ ഉപയോഗിച്ചാലും 3 അർത്ഥകൽപ്പനകൾ ഉപയോഗിച്ചാലും അലഖ് എന്ന പദത്തിന് തുല്യമായ ഒരു പദം സഹോദരങ്ങളെ ആ ഒരവസ്ഥയിലെ ഭ്രൂണത്തെ കുറിക്കുവാൻ ലോക ഭാഷകളിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇംഗ്ലീഷിൽ പറയുക സൈഗോട്ട് എന്നാണ്, മലയാളത്തിൽ പറയുക സിക്താണ്ഡം എന്നാണ്. സിക്താണ്ഡം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കപ്പെട്ട അണ്ഡം അല്ലെങ്കിൽ ബീജത്താൽ സങ്കലനം ചെയ്യപ്പെട്ട അണ്ഡം. സൈഗോട്ട് എന്ന് പറഞ്ഞാലും അർത്ഥം ഏകദേശം ഒരേപോലെ തന്നെ. ഇതിനപ്പുറത്ത് ആ സമയത്തുള്ള ഭ്രൂണത്തിന്റെ 3 സ്വഭാവ സവിശേഷതകളെയും ഒരേപോലെ യോജിപ്പിക്കുന്ന പദപ്രയോഗം. പരിശുദ്ധ ഖുർആനിലെ പദപ്രയോഗങ്ങൾ അത്ഭുതകരമാണ്. ഖുർആനിലെ ഭാഷാ പ്രയോഗങ്ങൾ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്.
ഖുർആൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഭാഷയിലെ ഓരോ പദപ്രയോഗങ്ങൾ. അറബി ഭാഷയ്ക്കൊരു സവിശേഷതയുണ്ട്. ലോകത്ത് നിലനിൽക്കുന്ന മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി അറബി ഭാഷ ഒരു പദപ്രയോഗത്തിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളെ ഉൾക്കൊള്ളിപ്പിക്കുവാൻ സാധിക്കും. നമ്മൾക്ക് ഒരാളോട് എഴുന്നേറ്റ് നിൽക്കാൻ അറബിയിൽ പറഞ്ഞാൽ അത് ആരോട് പറഞ്ഞുവെന്ന്, പുരുഷനോട് പറഞ്ഞോ സ്ത്രീയോട് പറഞ്ഞോ എന്ന്, അത് ഒരാളോടാണോ ഒന്നിലധികം പേരോടാണോ പറഞ്ഞത് എന്ന് കൃത്യമായി ആ ഒരൊറ്റ പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഈ രൂപത്തിൽ അറബി ഭാഷയിൽ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ കാണിക്കുന്ന സൂക്ഷ്മത അത്ഭുതങ്ങളിൽ അത്ഭുതപാട്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹൽ, തേനീച്ച എന്നാണ് അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ. സൂറത്തുൻ നഹലിലെ 68-69 വചനങ്ങൾ. ബൗഹാ റബ്ബുക ഇലൻ നഹലി എന്ന് തുടങ്ങുന്ന വചനം. നഹലിന് തേനീച്ചക്ക് പടച്ചതമ്പുരാൻ ബോധനം നൽകിയിരിക്കുന്നു. ഓരോ ജീവിക്കും പടച്ചതമ്പുരാൻ നൽകുന്ന ബോധനം, പടച്ചതമ്പുരാൻ എങ്ങനെ ജീവിക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ഓരോ ജീവിക്കും നൽകിയിട്ടുള്ള വഹിയ ബോധനം. അതേപോലെ തേനീച്ചക്കും പടച്ചവൻ അള്ളാഹു ബോധനം നൽകിയിരിക്കുന്നു. ആ ബോധനത്തെ കുറിച്ച് പറഞ്ഞു വരികയാണ് പരിശുദ്ധ ഖുർആൻ. പടച്ചവൻ നൽകിയ ബോധനം. ആ ബോധനത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ സ്വീകരിച്ച പദപ്രയോഗങ്ങൾ, ക്രിയാപദങ്ങൾ. നിങ്ങൾ വീടുണ്ടാക്കണം, നിങ്ങൾ തേൻ ശേഖരിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ പുറത്തേക്ക് വരണം. പരിശുദ്ധ ഖുർആൻ നടത്തിയ പദപ്രയോഗങ്ങൾ ഇത്തഖിദി, കുലി, ഫസ്ലുക്കി ഖുർആനിലെ പദപ്രയോഗങ്ങളാണ്. അറബി ഭാഷ പഠനത്തിലുള്ള സെമിനാറാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അറബി അറിയാവുന്നവർക്കറിയാം ഇത് സ്ത്രീലിംഗ ക്രിയകളാണ്, ഇത് സ്ത്രീലിംഗ കൽപ്പന ക്രിയകളാണ്. കുലി എന്ന് പറഞ്ഞാൽ പെണ്ണെ നീ ഭക്ഷിക്കുക എന്നാണ് അർത്ഥം. സ്ത്രീയെ നീ ഭക്ഷിക്കുക എന്ന്. കുൽ എന്നാണ് പുരുഷനോട് ഭക്ഷിക്കാൻ പറയുക. ഇത്തഖിദി എന്ന് പറഞ്ഞാൽ നീ പ്രവേശിക്കുക സ്ത്രീയെ എന്നാണ് അർത്ഥം. ഇങ്ങനെ ഫസ്ലുക്കി എന്ന് പറഞ്ഞാലും സ്ത്രീലിംഗ കൽപ്പന ക്രിയയാണ്. സ്ത്രീലിംഗ കൽപ്പന ക്രിയകളാണ് എല്ലാം പ്രയോഗിച്ചത് പരിശുദ്ധ ഖുർആനിൽ തേനീച്ചയുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ടിത്? തേനീച്ച കൂട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. തേനീച്ച കൂട്ടിൽ 3 വിഭാഗം. ഒന്നാമത്തെയാൾ നേതാവ്, നമ്മൾ റാണി എന്ന് വിളിക്കും. ആ റാണിയാണ് തേനീച്ചക്കൂട്ടിലെ നേതാവ്. ഒരൊറ്റ റാണിയെ ഒരു തേനീച്ചക്കൂട്ടിലുണ്ടാകൂ. ആ റാണിയെ ചുറ്റുപറ്റി ജീവിക്കുന്ന ആൺപടയുണ്ടവിടെ. അവരെ നമ്മൾ ഡ്രൗണ്ട് എന്നാണ് വിളിക്കുക. പുരുഷന്മാർ, മടിയന്മാർ എന്നാണ് വിളിക്കുക. മടിയൻ തേനീച്ചകൾ ആണുങ്ങളാണ്. ആ തേനീച്ചകളുടെ പണി റാണിയുമായി ശാരീരിക ബന്ധം പുലർത്തുക എന്ന പണി മാത്രമാണ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് അവിടെ, തേനീച്ച ശാസ്ത്രജ്ഞന്മാർ, പ്രാണിശാസ്ത്രജ്ഞന്മാർ. അവരെ വിളിക്കുക വർക്കേഴ്സ് എന്നാണ്, തൊഴിലാളികൾ. ആ തൊഴിലാളി തേനീച്ചകൾ അവരാണ് കൂടുണ്ടാക്കുന്നത്. തൊഴിലാളി തേനീച്ചകളാണ് തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത്. തൊഴിലാളി തേനീച്ചകളാണ് തേൻ ശേഖരിച്ചു വരുന്നത്. തൊഴിലാളി തേനീച്ചകളാണ് കൂടിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ തേനീച്ചകൾ, തൊഴിലാളി തേനീച്ചകൾ പെൺ തേനീച്ചകളാണ്. അതുകൊണ്ട് തന്നെ കൂടുണ്ടാക്കുവാൻ പടച്ചതമ്പുരാൻ കൽപ്പന നൽകേണ്ടത് പെൺ തേനീച്ചക്കാട്. ഫസ്ലുക്കി, തേൻ നിർമ്മിക്കുവാൻ പടച്ചതമ്പുരാൻ കൽപ്പന നൽകേണ്ടത് പെൺ തേനീച്ചകൾക്കാണ്. കുലി. എന്താണ് പദപ്രയോഗങ്ങളുടെ കൃത്യത നോക്കുക നിങ്ങൾ. ഭാഷാ പ്രയോഗങ്ങളുടെ കൃത്യത. ഈ രൂപത്തിൽ കൃത്യത പുലർത്തുവാൻ പരിശുദ്ധ ഖുർആനിനല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിനും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തേനീച്ചയുടെ ലിംഗവ്യത്യാസം അറിയില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഷേക്സ്പിയറുടെ നാടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തേനീച്ചകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. അവിടെ കിങ് ആൻഡ് സോൾജിയേഴ്സ് ആണ്. കിങ് ആൻഡ് സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന തേനീച്ചകൾ രാജാവ്, നമ്മൾ ഇന്ന് റാണിയായി ക്യൂനായി പറയുന്നവർ. സോൾജിയേഴ്സ് ആണുങ്ങളായ പടയാളികൾ. എന്തിനാണ് സോൾജിയേഴ്സ്? റാണിയോടൊപ്പം നടക്കുന്നവർ പടയാളികൾ. അവർ പെണ്ണുങ്ങളാണ് എന്ന് ഷേക്സ്പിയറിന് അറിയില്ല. എന്നാൽ അതറിയാൻ തുടങ്ങി 1865 സോമർഡാം എന്ന ശാസ്ത്രജ്ഞൻ ആദ്യമായി തേനീച്ചകളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ ആരംഭിച്ചത്. 1973 വോൺഫ്രിഷ് എന്ന ശാസ്ത്രജ്ഞന്, പ്രാണിശാസ്ത്രജ്ഞന് തേനീച്ചകളെ കുറിച്ച് പഠനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അതിനുശേഷമാണ് നമുക്ക് തേനീച്ചകളുടെ വിനിമയ രീതികളെയും ഈ രൂപത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായ അറിവ് ലഭിച്ചത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു തവണയെങ്കിലും തേനീച്ചയെ കുറിച്ച് പറയുമ്പോൾ ഒരു പുരുഷലിംഗ ക്രിയ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഖുർആനിൽ അബദ്ധമുണ്ട്, ഭാഷാ പ്രയോഗങ്ങളിൽ എന്ന് പറയാമായിരുന്നു.
എവിടെയുമില്ല. അത്ഭുതകരമാണ്. ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. എണ്ണം പറയുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ കൃത്യത പുലർത്തുന്നു. മറ്റൊരു അത്ഭുതമാണ് ഖുർആനിന്റെ എണ്ണം പറയുമ്പോ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോ അതിന് എണ്ണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പോലും ഖുർആൻ അത്ഭുതകരമായ കൃത്യത പുലർത്തുന്നു. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് ഒരു വചനമുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തുൽ സുമറിൽ 6-ാമത്തെ വചനം, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ. നിങ്ങളെ പടച്ച തമ്പുരാൻ നിങ്ങളുടെ മാതാക്കളുടെ വയറുകൾക്കകത്ത് ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നു. ഫീ ളുലുമാത്തിൻ സലാസ. 3 തരം അന്ധകാരങ്ങൾക്കുള്ളിൽ. 3 തരം അന്ധകാരങ്ങൾ. എന്താണ് 3 തരം അന്ധകാരങ്ങൾ? ഗർഭസ്ഥ ശിശു അന്ധകാരത്തിലാണ് വളരേണ്ടത്. അവന് വെളിച്ചം പാടില്ല. വെളിച്ചം അപകടകരമാണ്. ഈ അന്ധകാരം സൃഷ്ടിക്കുന്നത് 3 അറകളാണ്. 3 അറകൾക്കുള്ളിലാണ് ഈ ശിശു നിലനിൽക്കുന്നത്. 3 അറകൾക്ക് നമ്മൾ പറയും നമ്മുടെ ഗർഭാശയ ഭിത്തി, അടിവയറിന്റെ ഭിത്തി, ആംനിയോൺ, കോറിയോൺ, പാട. ഈ 3 അറകൾക്കുള്ളിലാണ് ശിശു അതിസുന്ദരമായി വളരെ പ്രൊട്ടക്റ്റഡായി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരപകടവുമില്ലാതെ വളരെ സുന്ദരമായി ആരെയും പേടിക്കാണ്ടതില്ലാത്ത വിധത്തിലുള്ള സംരക്ഷണത്തോടുകൂടി 3 അറകൾക്കുള്ളിൽ ഫീ ളുലുമാത്തിൻ സലാസ. 3 എന്നുള്ള എണ്ണം പോലും കൃത്യമാണ് പരിശുദ്ധ ഖുർആനിൽ. പരിശുദ്ധ ഖുർആനിലെ ഭാഷാ പ്രയോഗങ്ങളും ശാസ്ത്രീയമായ പ്രയോഗങ്ങളും ഒരുപാട്. അതോടൊപ്പം തന്നെ ചരിത്രപരമായി പരിശുദ്ധ ഖുർആൻ ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്നു. ആ ചരിത്ര പരാമർശങ്ങളിലൊന്നും ഒരബദ്ധമെങ്കിലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരത്ഭുതമാണ്. ഇന്ന് പ്രത്യേകിച്ചും ചരിത്രം പരാമർശിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ, പൗരാണിക ഗ്രന്ഥങ്ങൾ, പുതിയ ഹിസ്റ്റോറിയോഗ്രഫിയുടെ കാലഘട്ടത്തിൽ ചരിത്ര പഠനം എന്നത് ഹിസ്റ്ററിയിൽ നിന്ന് മാറി, അഥവാ ആരെങ്കിലും എഴുതി വെച്ച കേവല കഥകളിൽ നിന്ന് മാറി ചരിത്രം ഉത്ഖനന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കപ്പെടുമ്പോ ഇന്നലകളിൽ കഥകൾ എഴുതി വെച്ച ആളുകളുടെ പരാമർശങ്ങളിൽ പലതും സൂക്ഷ്മമല്ല എന്ന വസ്തുത പുതിയ ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും പൗരാണിക നാഗരികതകളുടെ ചരിത്രങ്ങളിൽ ഈജിപ്തിലെ നാഗരികതയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഇതേ നാഗരികതയെക്കുറിച്ച് പരാമർശങ്ങളുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിളിലും പരിശുദ്ധ ഖുർആനിലുമുള്ള പരാമർശങ്ങൾ, ബൈബിളിലുള്ള ചില പരാമർശങ്ങൾ പുതിയ ചരിത്ര പഠനങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമല്ല, സൂക്ഷ്മമല്ല എന്ന് ചരിത്രകാരന്മാർ വാദിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ന് പൗരാണിക നാഗരികതകളുടെ പഠനത്തിൽ ഏറെ മുന്നോട്ട് പോയിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് ഈജിപ്റ്റോളജി. ഈജിപ്തിനെ കുറിച്ചുള്ള പൗരാണിക നാഗരികതയെ കുറിച്ചുള്ള പഠനം. ഈജിപ്റ്റോളജി പ്രകാരം ഈജിപ്തിലെ രാജാക്കന്മാരുടെ ചരിത്രത്തെ 30 ഡൈനാസ്റ്റികളായി തിരിച്ചിട്ടുണ്ട്. 30 രാജവംശ ചരിത്രങ്ങളായി. ആ 30 എണ്ണത്തിൽ തന്നെ ഓൾഡ് കിങ്ഡം എന്നും മിഡിൽ കിങ്ഡം എന്നും ന്യൂ കിങ്ഡം എന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഈ 30 രാജവംശ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 18ാം രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവമാർ എന്ന് വിളിക്കുവാൻ ആരംഭിച്ചത്. ഫറോവ എന്ന പദം നേരത്തെ ഉപയോഗിച്ചിരുന്നത് കൊട്ടാരത്തിലാണ്. പെർ ആ എന്ന ഈജിപ്ഷ്യൻ പദങ്ങളുടെ സങ്കലനമാണ് ഫറോവ. പെർ ആ എന്ന് പറഞ്ഞാൽ മഹാഭവനം. കൊട്ടാരങ്ങളെ സൂചിപ്പിക്കാൻ മുൻപ് ഫറോവ എന്ന് പ്രയോഗിച്ചു ഈജിപ്ഷ്യൻ ഭാഷയിൽ. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ 18ാം രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ തുത്മോസ് മൂന്നാമന്റെ കാലഘട്ടത്തിൽ, ഈജിപ്തിലെ ചക്രവർത്തിയായ തുത്മോസ് മൂന്നാമന്റെ കാലഘട്ടത്തിൽ ഫറോവ എന്ന് വിളിക്കാൻ ആരംഭിച്ചു രാജാക്കന്മാരെ. എന്നാൽ നമ്മൾ പരിശോധിച്ചു നോക്കുക, ബൈബിളിൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ 12ാം അധ്യായത്തിലെ 40 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ 6 തവണ ഈ രാജാവിന്, അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ ഫറോവ എന്ന് വിളിക്കുന്നുണ്ട്. യോസഫിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ. ഉൽപ്പത്തി പുസ്തകത്തിലെ 42, 43 വചനങ്ങൾ, 43 അധ്യായങ്ങളിൽ 90 തവണ ഈ അധ്യായങ്ങളിൽ ഫറോവ എന്ന് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തെ, അന്നത്തെ രാജാവിനെ. അതേപോലെ തന്നെ മോശയുടെ കാലഘട്ടത്തിലെ രാജാവിനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് ബൈബിളിൽ. അദ്ദേഹത്തെയും ഫറോവ എന്ന് വിളിക്കുന്നുണ്ട് ബൈബിൾ. ഇത് സൂക്ഷ്മമല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അബ്രഹാം ജീവിച്ചിരുന്നത് 6ാം രാജവംശത്തിനും 12ാം രാജവംശത്തിനും മധ്യയാണ്. അന്ന്
ഈജിപ്തിലെ രാജാക്കന്മാർക്ക് ഫറോവ എന്ന് വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. യോസഫ് ജീവിച്ചിരുന്നത് 15-ാം രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവമാർ എന്ന് വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. എന്നാൽ ബൈബിൾ രചിക്കപ്പെട്ടത് മോശെ പ്രവാചകന് ശേഷമായതുകൊണ്ട് മോശെ പ്രവാചകൻ പിൽക്കാലഘട്ടത്തിൽ ഫറോവ എന്ന് വിളിക്കപ്പെട്ടതിന് ശേഷം ജീവിച്ചിരുന്നയാളായതുകൊണ്ട് തീർച്ചയായും അക്കാലഘട്ടത്തിലെ ആളുകൾ, ബൈബിൾ രചയിതാക്കൾ, അവർക്ക് സ്വാഭാവികമായി സംഭവിച്ച പിഴയാണത്. എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികമാണ് ആ നാട്ടിലെ ആളുകൾ രാജാവിനെ വിളിക്കുന്ന ഒരു പര്യായമായി ഫറോവ എന്ന് വിളിക്കുകയും മോശയുടെയും യോസഫിന്റെയും അതേപോലെ തന്നെ അബ്രഹാമിന്റെയും കഥ പറഞ്ഞപ്പോ അവർ ആ നാട്ടുകാർ വിളിക്കുന്ന പേര് തന്നെ വിളിച്ചു എഴുതി എന്നത് സ്വാഭാവികം. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇവിടെ വേറിട്ട് നിൽക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട് ഖുർആനിൽ. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ഖുർആൻ അദ്ദേഹത്തെ ഫറോവ, ഫിർഔൻ എന്ന് വിളിച്ചില്ല. പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ കുറിച്ച പരാമർശങ്ങളുണ്ട് സൂറത്ത് യൂസുഫിൽ 12-ാമത്തെ അധ്യായം. പക്ഷേ ഒരിക്കൽ പോലും പരിശുദ്ധ ഖുർആൻ ആ രാജാവിനെ കുറിച്ച് ഫിർഔൻ എന്ന്, ഫറോവ എന്ന് വിളിച്ചില്ല. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. അവിടെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ ഫിർഔൻ എന്ന് തന്നെ വിളിക്കുന്നു ആ രാജാവിനെ. എങ്ങനെ ഇതുണ്ടായി? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈജിപ്റ്റോളജിയിൽ വിവരമുണ്ടായിട്ടാണോ? ഇത്ര കൃത്യമായി, ഇത്ര സൂക്ഷ്മമായി പദപ്രയോഗങ്ങളിലെ ഈ സൂക്ഷ്മത എങ്ങനെ കൈവന്നു? അത്ഭുതകരമാണ് ഖുർആന്റെ സ്ഥിതി. ചരിത്രം വിവരിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആന്റെ സൂക്ഷ്മതയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സംസാരം സംസാരിക്കേണ്ടി വരും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പരിശുദ്ധ ഖുർആനിലെ പ്രവചനങ്ങളെ കുറിച്ച്. പരിശുദ്ധ ഖുർആൻ നടത്തിയ പ്രവചനങ്ങൾ അത്ഭുതകരമാണ്. പരിശുദ്ധ ഖുർആൻ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 1 മുതൽ 5 വരെ ഉള്ള സൂക്തങ്ങളിൽ നടത്തിയ ആ റോമക്കാരുടെ പരാജയത്തെയും പിൽക്കാലഘട്ടത്തിലെ വിജയത്തെയും കുറിച്ച സുന്ദരമായ സൂചനകളെ കുറിച്ച് പണ്ഡിതനായ മൗലവി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപാട് പ്രവചനങ്ങൾ. അതേപോലെ അത്ഭുതകരമായൊരു പ്രവചനം മാത്രം ഉദാഹരണത്തിന് സൂചിപ്പിക്കട്ടെ ഞാൻ. പരിശുദ്ധ ഖുർആൻ 48-ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 1-ാമത്തെ വചനം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക സമയത്താണിത്. പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത് ഹുദൈബിയ സന്ധിയുടെ സമയത്ത്. ഹുദൈബിയ സന്ധി എന്താണ്? ഹുദൈബിയ സന്ധി എന്താണ്? ഹിജ്റ 6-ൽ നടന്ന ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ശ്രദ്ധേയമായ ഒരു സന്ധി. ഹിജ്റ 6 വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന കാലഘട്ടം മുതൽ ഹിജ്റ 6 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. യുദ്ധത്തിന് അറുതി വരുത്തുവാൻ വേണ്ടി ഹുദൈബിയയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ മുശ്രിക്കുകളും തമ്മിൽ നടന്ന സന്ധിയാണ് ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധിയിലെ സന്ധി നിർദ്ദേശങ്ങൾ: 1-ാമത്തെ നിർദ്ദേശം 10 കൊല്ലത്തേക്ക് ഇനി യുദ്ധം ഉണ്ടാകാൻ പാടില്ല രണ്ടു കൂട്ടർക്കും. പിന്നെയുള്ള നിർദ്ദേശങ്ങൾ അത്ഭുതകരമാണ്. എല്ലാം ഏകപക്ഷീയമായ നിർദ്ദേശങ്ങൾ. ഒരു നിർദ്ദേശം എന്തായിരുന്നു? മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നാൽ അവരെ അവിടെ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ചയക്കണം. മക്കയിലെ പീഡനങ്ങളിലേക്ക്, മക്കയിലെ പ്രയാസങ്ങളിലേക്ക് തിരിച്ചയക്കണം. അവിടെ മദീനയിൽ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും അവരുടെ പൂർവിക മതം സ്വീകരിച്ച് മക്കയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കില്ല, മക്കയിൽ സ്വീകരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. പ്രവാചകന്റെ ഏറ്റവും വലിയ അനുയായികൾ പോലും ചോദിച്ചു, പ്രവാചകരെ, ഈ നാണക്കേട് എന്തിനാണ്? എന്തിനാണ് ഈ അടിയറവ് പറയൽ? എന്തിനാണ് ഈ പിന്നോക്കം പോക്ക്? നമുക്ക് പോരാടി മരിച്ചുകൂടെ പ്രവാചകരെ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ തന്നെയല്ലേ? അതെ. അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ നമ്മൾ? അതെ. നമ്മൾ ഭരണപ്പെട്ടാൽ സ്വർഗമല്ലേ? അതെ. എങ്കിൽ ഈ നാണക്കേടിന് എന്തിന് പ്രവാചകരെ എന്നാൽ നമ്മൾ നിൽക്കുന്നു? എന്നാൽ പോരാടി മരിച്ചുകൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യുന്നത്. ഈ സന്ധിയിൽ ഒപ്പുവെച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീങ്ങിട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. സഹാബിമാർ മുഴുവനും പ്രതിഷേധത്തിൽ. ഇത്ര നാണം കെട്ടൊരു സന്ധി എന്നവരുടെ ഭാഷ. പക്ഷേ പരിശുദ്ധ ഖുർആൻ, പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. തീർച്ചയായും പ്രവാചകരെ, നിങ്ങൾക്ക് വ്യക്തമായൊരു വിജയം ലഭിച്ചിരിക്കുന്നു. എന്താണ് വിജയം? ബദറിൽ 313 പേർ, 1000-ഓളം വരുന്ന സർവായുധ വിഭൂഷിതരായ ആളുകളോട് യുദ്ധം ചെയ്ത് ജയിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന്.
മറ്റ് വിജയങ്ങൾ പ്രവാചകനുണ്ടായി, അവിടെ പറഞ്ഞില്ല. അത് ഹിജറ 6 നടന്ന ഹുദൈബിയ സന്ധിയോടനുബന്ധിച്ച് ഹുദൈബിയ സന്ധി കഴിഞ്ഞപ്പോ അള്ളാഹു പറയുകയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. എന്തായിരുന്നു സംഭവിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിലേക്ക് പോകുന്ന സമയത്ത് റസൂലുള്ളയോടൊപ്പം വിശ്വസിച്ച സഹാബിമാരുടെ എണ്ണം 2000 പേർ. ഹുദൈബിയയിൽ വെച്ച് സന്ധി നടത്തുമ്പോ പ്രവാചകനോടൊപ്പം ഉള്ളത് 2000 പേർ. എന്നാൽ സന്ധി നിർദ്ദേശത്തിന്റെ ഫലമായി സമാധാനത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി അറബ് നാടുകളിലെല്ലാം സമാധാനത്തിന്റെ ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ സന്ദേശവുമായി പ്രവാചകന്റെ അനുയായികളും പ്രവാചകന്റെ ശിഷ്യന്മാരും നടന്നുപോയി ഇസ്ലാം എത്തിക്കപ്പോ കേവലം 2 വർഷം കഴിഞ്ഞ് ഹിജറ 8 മക്ക വിജയം നടക്കുമ്പോ, ഈ ഹുദൈബിയ സന്ധിയുടെ സ്വാഭാവിക പരിണാമമായി മക്ക വിജയം നടക്കുമ്പോ പ്രവാചകനോടൊപ്പം 10,000 പേർ കഴിഞ്ഞില്ല. വീണ്ടും 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗം നടക്കുമ്പോ ഹജ്ജത്തുൽ വിദാഇൽ പ്രവാചകന്റെ സദസ്സിൽ 1,44,000 പേർ. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. ഹുദൈബിയ സന്ധിയാണ് ഫത്ഹ്. ഇങ്ങനെ പ്രവചിക്കുവാൻ, അപമാനത്തിന്റെ കയ്പുനീര് കുടിച്ചു എന്ന് അനുയായികൾ അടക്കം പറയുന്ന സമയത്ത് അല്ല, വിജയത്തിന്റെ കാലടിപ്പാതയാണ് ഇത് എന്ന് പ്രവചിക്കുവാൻ ഇല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഇവർക്കറിയാവുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വിമർശകർക്കറിയാവുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ പറയില്ല. പറഞ്ഞത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ പടച്ച തമ്പുരാന്റെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പടച്ച തമ്പുരാന്റെ പരിശുദ്ധ ഖുർആനിലെ പ്രവചനങ്ങൾ അത്ഭുതകരമാണ്. ഖുർആനിലെ പ്രവചനങ്ങൾ ഇതേപോലെ തന്നെ. പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യം മറ്റൊരത്ഭുതം. സാഹിത്യം സാർത്ഥകമാകുന്നത് ഏത് രൂപത്തിലൊക്കെയാണോ ആ രൂപത്തിലെല്ലാം മനുഷ്യ ഹൃദയങ്ങൾക്കകത്തേക്ക് കടന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധ ഖുർആൻ. അതിലെ സാഹിത്യത്തെക്കുറിച്ച് നിരവധി ചർച്ചകളും പഠനങ്ങളും നടന്ന ഒരു സെമിനാറിന്റെ പൊതുപരിപാടിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിലെ സാഹിത്യത്തെക്കുറിച്ച് ഖുർആനിന് പറയാനുള്ള ഒരൊറ്റ കാര്യം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഒരൊറ്റ കാര്യം, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തും മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖുൻ നാറല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത ലിൽ കാഫിരീൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങൾ. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ എങ്കിൽ ഇതിലൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം അവർ കൊണ്ടുവരട്ടെ. ഒരധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം. അവരൊരാൾ വേണ്ട. ആരൊക്കെ സഹായികളായി ലഭിക്കുമോ ലോകത്ത്, പടച്ചവനൊഴിച്ച് എത്രയൊക്കെ സഹായികൾ ലഭിക്കുമോ എല്ലാവരെയും അവർ വിളിച്ചു കൊള്ളട്ടെ. അവർ സത്യം പറയുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫൈലൻ തഫ്അലു, അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വലൻ തഫ്അലു, ഇല്ല കിട്ടോ അവർക്കത് ചെയ്യാൻ സാധ്യമല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണിത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബ്യൻ സാഹിത്യ തറവാട്ടിലെ കാരണവന്മാരുടെ മുന്നിലാണ് ഖുർആനിന്റെ വെല്ലുവിളി. അവർ ശ്രമിച്ചു, പരാജയപ്പെട്ടു. 14 നൂറ്റാണ്ടുകളായി അറബി ഭാഷയിലെ അത്യുന്നതരായ വ്യക്തിത്വങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളായി ഖുർആന്റെ വിമർശകരായി ജീവിച്ചു. പക്ഷേ ഖുർആനിൽ ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ, കൃത്യമായി ഉത്തരം നൽകാൻ, വ്യക്തമായി മറുപടി നൽകാൻ, പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം രചിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ വെല്ലുവിളിതായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വസ്തുനിഷ്ഠമായി പറയാൻ ഇതേവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഖുർആനിലെ സാഹിത്യത്തിന്റെ സവിശേഷതയാണത്. ഖുർആൻ അനനുകരണീയമായ സാഹിത്യ ശൈലിയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്ത് ജനലക്ഷങ്ങൾ അത് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിന്റെ പല രൂപങ്ങളിലൊന്ന്, ജനലക്ഷങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം. പരിശുദ്ധ ഖുർആൻ പിന്നീട് പറയുക ഖുർആന്റെ ധാർമ്മികത പദ്ധതിയെ കുറിച്ചാണ്. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇൽ 9-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ മനുഷ്യരെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കുന്നു. ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ മനുഷ്യരാശിയെ നയിക്കാൻ കഴിയുന്ന ഗ്രന്ഥം, ഏറ്റവും ശരിയായ മാർഗത്തിലൂടെ. പരിശുദ്ധ ഖുർആനിന്റെ അവകാശവാദമാണ്. അതിനർത്ഥം പരിശുദ്ധ ഖുർആൻ പറയുന്ന മാർഗമാണ് ഏറ്റവും ചൊവ്വായ മാർഗം, ഏറ്റവും ശരിയായ മാർഗം, തെറ്റുപറ്റാത്ത മാർഗം.
ഖുർആനിലെ ധാർമ്മിക പദ്ധതി, നന്മ തിന്മകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരുപാട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഓരോ രംഗത്തും എന്തൊക്കെയാണ് നന്മയെന്നും എന്തൊക്കെയാണ് തിന്മയെന്നും പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നന്മ തിന്മയാണെന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു തിന്മ നന്മയാണെന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാനും ഒരാൾക്കും സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ച തിന്മകൾ, ആ തിന്മകളെ കുറിച്ച് ഇടക്കാലഘട്ടത്തിൽ ചിലരെങ്കിലും പറഞ്ഞിരുന്നു ഇത് പ്രാകൃത യുഗത്തിൽ മാത്രം പ്രായോഗികമായത് എന്ന്. ഉദാഹരണത്തിന്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ ഭൂമികയിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്ന സ്വരം ഇസ്ലാമികമായ സാമ്പത്തിക വ്യവസ്ഥിതിയോ പലിശരഹിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയോ ഇക്കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ, ഈ നോട്ടുകളുടെ, ഈ ഫിയറ്റ് കറൻസിയുടെ കാലഘട്ടത്തിൽ അപ്രായോഗികമായ, അപരിഷ്കൃതമായ, പ്രാകൃതമായ ഒരു സാമ്പത്തിക പദ്ധതി ഒരിക്കലും സാധ്യമല്ല. ഇന്നലകളിൽ കേട്ട ശബ്ദം പക്ഷേ ഇന്ന് കേൾക്കുന്നത് ആ പറഞ്ഞ അതേ ആളുകളുടെ സ്വരങ്ങളിൽ നിന്ന്, നാവുകളിൽ നിന്ന് ഇസ്ലാമിക സാമ്പത്തിക പദ്ധതി ഒന്ന് പരീക്ഷിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമോ? ഇതിന്ന് കേൾക്കുന്ന സ്വരം ലോകം സാമ്പത്തിക പ്രതിസന്ധിയുടെ കയത്തിൽ നിൽക്കുമ്പോ ആ സാമ്പത്തിക പ്രതിസന്ധികളുടെ കാരണമന്വേഷിക്കുന്ന ഉന്നതരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അടക്കം പറയാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഒരു കറന്റ് ക്രൈസിസ് അല്ല, മറിച്ച് ദ ഐഡിയോളജിക്കൽ ക്രൈസിസ് ആണ്. ആ ഐഡിയോളജി ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ 2 അടിസ്ഥാന തൂണുകൾ തന്നെ അപകടകരമാണ്. അത് ഒന്നാമത്തേത് ഫിയറ്റ് കറൻസിയുടേതാണ്, രണ്ടാമത്തേത് പലിശയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയുടേതാണ്. ഇത് രണ്ടും ഉടച്ചു വാർക്കാതെ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധ്യമല്ല എന്ന് പറയുന്നത് മുതലാളിത്ത ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. ഓസ്ട്രിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, മുതലാളിത്ത ലോകത്തെ ഇന്ന് മുതലാളിത്തത്തിന് പാരലലായി സംസാരിക്കുന്ന ഓസ്ട്രിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പച്ചയായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് മാത്രവുമല്ല, വത്തിക്കാൻ പോലും പറഞ്ഞല്ലോ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയെ, ഇസ്ലാമിക് ബാങ്കിങ്ങിനെ എന്തുകൊണ്ടൊന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടാ എന്ന്. ഇന്നലകളിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സാമ്പത്തിക വ്യവസ്ഥിതി അപ്രായോഗികമാണ് എന്ന് പറഞ്ഞവർ ഇന്ന് കുമ്പസരിക്കുന്നു എന്ന് സാരം. ഇതേപോലെ തന്നെയാണെല്ലാം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഈ ഖുർആൻ മനുഷ്യരെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ പുരോഗതിയിലേക്ക്, നന്മയിലേക്ക്, ധാർമ്മികതയിലേക്ക്, സത്യത്തിലേക്ക് ഏറ്റവും ശരിയായ മാർഗത്തിലൂടെ മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആന്റെ അവകാശവാദം നമുക്ക് പരിശോധിക്കാം. ഖുർആനിലെ ഏതെങ്കിലും ഒരു ധാർമ്മിക പദ്ധതി അബദ്ധമുണ്ടോ എന്ന്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, ഖുർആൻ ഈ ധാർമ്മിക പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോഴും ആ ധാർമ്മിക പദ്ധതി ഏതെങ്കിലും ഒരു ഉട്ടോപ്യൻ പദ്ധതിയല്ല. ആധുനിക കാലഘട്ടത്തിലും പൗരാണിക കാലഘട്ടത്തിലും ഒരുപാട് ഐഡിയോളജികൾ ഉണ്ടായി. ആ ഐഡിയോളജികളെല്ലാം മരിച്ച് മണ്ണടിഞ്ഞ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും. അല്ലേ, മനുഷ്യർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് കടന്നു വന്ന ഐഡിയോളജികൾ, അവയെല്ലാം ഉട്ടോപ്യയാണ് എന്ന് ഒരിക്കലും പ്രാവർത്തികമാക്കാൻ സാധ്യമല്ലാത്ത സിദ്ധാന്തങ്ങൾ മാത്രമാണ് എന്ന് ലോകം തിരിച്ചറിയുകയും അത്തരം ഐഡിയോളജികളുടെ വക്താക്കൾ തന്നെ സ്വയം കുമ്പസരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അക്കാലത്ത് പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ഖുർആനിക ദർശനം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരെ പരിവർത്തിപ്പിച്ച ഒരു സമൂഹം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, 14 നൂറ്റാണ്ടുകളായി ആ ദർശനം ഹൃദയത്തിലെത്തിയ ആളുകളുടെ ജീവിതത്തെയും മനസ്സിനെയും കുടുംബത്തെയും സംസ്കാരത്തെയും പരിവർത്തിപ്പിച്ചുകൊണ്ട് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 110-ാമത്തെ വചനം. നിങ്ങളാണ് ഉത്തമ സമുദായം, മനുഷ്യർക്ക് വേണ്ടി മാർഗദർശനം നൽകേണ്ടവർ, മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവർ. നിങ്ങൾ അവരെ ധർമ്മം പഠിപ്പിക്കുന്നു, അധർമ്മത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, നിങ്ങളാണ് ഉത്തമ സമുദായം. ഇത് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ച ആ ഉത്തമ സമുദായം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിലെത്തിയ, പരിശുദ്ധ ഖുർആനെ പ്രായോഗികമായി ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ആ സമൂഹം ലോകത്തിന് മാതൃകയായി. ചരിത്ര കാലഘട്ടത്തിൽ ലോകത്തിന് മാതൃകയായി. ഇന്നലകളിൽ
അതൊരു പൂർണ്ണമായ അർത്ഥത്തിൽ ഒരുപാട് കാലഘട്ടം ഒരു സമൂഹമായി നിലകൊണ്ടു. ഇന്നും ജനങ്ങളുടെ വൈയക്തികമായ കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൃത്യമായി മനുഷ്യരെ യഥാർത്ഥത്തിൽ മാർഗദർശനം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഖുർആനിന്റെ ഏറ്റവും വലിയ സവിശേഷത ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് നൽകുന്നു എന്നതാണ്. അത്ഭുതകരമാണ് ഖുർആനിന്റെ സ്ഥിതി. ഭൗതികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒരബദ്ധമെങ്കിലും കണ്ടെത്തുവാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുർആൻ തന്നെ വെല്ലുവിളിച്ചിട്ട് അത്തരം ഒരു അബദ്ധം കണ്ടെത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് മാത്രമല്ല, ആധുനിക ശാസ്ത്രം അതിന്റെ കണ്ടുപിടുത്തങ്ങളുമായി ജൈത്രയാത്ര നടത്തുമ്പോഴും ആ ജൈത്രയാത്രയിൽ ഖുർആന്റെ കൃത്യതയും സൂക്ഷ്മതയും വ്യക്തതയും ഖുർആനിന്റെ അപ്രമാദിത്വവും കൃത്യമായി ആധുനിക ലോകത്തിന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് അന്വേഷിക്കുവാൻ പറ്റാത്തൊരു ലോകത്തെക്കുറിച്ച് കൃത്യമായി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിന്റെ മറ്റൊരു സവിശേഷതയാണത്. മനുഷ്യ മനസ്സിന്റെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. മനുഷ്യർക്ക് കർമ്മങ്ങൾക്ക് കൃത്യമായി ഫലം നൽകുന്ന ഒരു വേദി ആവശ്യമാണ് എന്ന പ്രോഗ്രാമിംഗ് ഇത് മനുഷ്യ മനസ്സിന്റേതാണ്. ഏത് ദർശനമുണ്ടാക്കിയവരും ഭൗതിക ദർശനമായിട്ട് പോലും അവരെല്ലാം അത്തരം ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കണ്ടവരാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, പ്രയാസങ്ങളൊന്നുമില്ലാത്ത, തിന്മ ചെയ്തവർക്ക് കൃത്യമായി ഫലം നൽകുന്ന, നന്മ ചെയ്തവർക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച്, അതിസുന്ദരമായ ഒരു ലോകത്തെക്കുറിച്ച് പലരും പലതും പറഞ്ഞു. ഉട്ടോപ്യ എന്ന് പറഞ്ഞു തോമസ് മൂർ, സിറ്റി ഓഫ് ദി സൺ എന്ന് പറഞ്ഞു തോമസ് ക്യാമ്പനല്ല. ലോകത്ത് പലരും പലതും പറഞ്ഞു. പക്ഷേ കൃത്യമായി മനുഷ്യകർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി, ആ വേദിയെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി സൂക്ഷ്മമായി മനുഷ്യ ധിഷണയോട് സംവദിക്കുന്ന ഗ്രന്ഥം ഖുർആൻ. മരണാനന്തര ജീവിതം, മരണാനന്തര ജീവിതത്തെ കുറിച്ച് മതങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അതെല്ലാം കൃത്യമായ ഒരു ഐഡിയ മനുഷ്യർക്ക് നൽകുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ പ്രയാസപ്പെടുകയാണ് മതത്തിന്റെ വക്താക്കളെല്ലാം, അല്ലെങ്കിൽ ഒരുപാട് ദർശനങ്ങളുടെ വക്താക്കളെല്ലാം. എന്നാൽ ഖുർആന്റെ 1/3 ഭാഗം അന്വേഷിക്കുവാൻ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെന്നെത്തുവാൻ സാധ്യമല്ലാത്ത, മനുഷ്യൻ മരണപ്പെട്ടാൽ കടന്നു പോകാൻ പോകുന്ന മനുഷ്യകർമ്മങ്ങളുടെ കൃത്യമായ ഫലം നൽകുന്ന ഒരു ലോകത്തെക്കുറിച്ച്, കർമ്മങ്ങളുടെ പ്രതിഫല വേദിയെക്കുറിച്ച്, കർമ്മങ്ങൾക്ക് മുഴുവനും കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. ഖുർആന്റെ 1/3 ഭാഗത്തിന് ഖുർആന് പറയാനുള്ളത് അതാണ്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, അവരെവിടെ ജീവിക്കുന്നത് വെറുതെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും കഴിയാനല്ല എന്നതിനെ കുറിച്ച്, സൃഷ്ടികർത്താവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് ലോകത്തിന് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ സാർത്ഥകമാക്കുവാനാണ് എന്ന്, അങ്ങനെ സാർത്ഥകമാക്കിയവർക്ക് ലഭിക്കുവാനുള്ള മരണാനന്തര ജീവിതത്തിലെ സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ തൃപ്തി, ആ തൃപ്തിയുടെ ഫലമായുള്ള സ്വർഗലോകം, പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അവന്റെ ശാപകോപതാപങ്ങളുടെ നരകലോകം. കൃത്യമാണ് ഖുർആനിലെ പരാമർശങ്ങൾ. ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം സംക്ഷിപ്തമായി ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 155-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു വെച്ചു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സൂസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. ഖുർആൻ പറഞ്ഞു, മനുഷ്യരെല്ലാം മരണപ്പെടും. ഇന്നും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്റെ മുന്നിൽ ഇന്നും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്വന്തം ശവശരീരം ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംരക്ഷിക്കണമെന്ന് പറയുന്ന മില്യണിയർമാരുടെ മുന്നിൽ ശാസ്ത്രം എന്നെങ്കിലും മരണത്തെ അതിജീവിക്കുവാനുള്ള വിദ്യ കണ്ടുപിടിച്ചാൽ എന്റെ ശവശരീരമില്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് ജനിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് ശവശരീരങ്ങൾ അതേപോലെ സൂക്ഷിക്കണമെന്ന് വില്ലെഴുതി വെക്കുന്ന, കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് വില്ലെഴുതി വെക്കുന്ന മില്യണിയർമാരുടെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മനുഷ്യൻ മരിക്കുക തന്നെ ചെയ്യും കേട്ടോ. മരണത്തിന്റെ രുചി അറിയും മുഴുവൻ ആളുകളും. മരിക്കാതിരിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ മനുഷ്യ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുന്നത് മരണാനന്തര ജീവിതത്തിൽ വെച്ച് മാത്രമാണ്. അവരെ വെച്ച് ആരാണോ സ്വർഗപ്രവേശത്തിന് അർഹരാകുന്നത്, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അവരാകുന്നു വിജയിച്ചവർ. അവരാണ് വിജയിച്ചവർ. ഇഹലോക ജീവിതം എന്നാൽ മനുഷ്യരെ കബളിപ്പിക്കുന്ന കേവല വിഭവം മാത്രമാണ്. ഖുർആനിന് കൃത്യമായി പറയാനുണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്. കേവലം കുറെ മതോപദേശങ്ങൾ നൽകുകയും ആത്മീയ ഉപദേശങ്ങൾ നൽകുകയും കുറെ ധ്യാന സമ്പ്രദായങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ആ ധ്യാനങ്ങളിലൂടെ കേവല ഭൗതികമായ ജീവിതത്തിന് ആസ്വാദനം നൽകുകയും ചെയ്യുക മാത്രമല്ല, മറിച്ച് ഖുർആനിന്
ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുവാനുണ്ട്. അവിടെയുള്ള രക്ഷാശിക്ഷകളെ കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനുണ്ട് കൃത്യമായ വിവരം. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മരണാനന്തര ജീവിതത്തെ ഒരാൾക്കും നിഷേധിക്കുവാൻ സാധ്യമല്ലാത്തൊരു അനുഭവമായി തീരും എന്നത് സത്യം. ഖുർആനിലെ ആശയ പ്രപഞ്ചത്തിലൂടെ കടന്നു പോവുക നമ്മൾ. ഞാനിവിടെ ഖുർആനിലെ അത്ഭുതങ്ങളിലൂടെ, ആ അത്ഭുതകരമായ ഖുർആന്റെ സവിശേഷതകളിലൂടെ ഒന്ന് ഓടിച്ചു പോവുകയായിരുന്നു. സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥം, അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം, വൈരുദ്ധ്യങ്ങളില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം, അബദ്ധങ്ങളില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം, കൃത്യമായി സൂക്ഷ്മമായി പദങ്ങൾ പ്രയോഗിക്കുന്ന ഗ്രന്ഥം. ആ പദപ്രയോഗങ്ങളുടെ സൂക്ഷ്മത ആധുനിക ശാസ്ത്രത്തെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലായിട്ടുള്ള ഗ്രന്ഥം. ആധുനിക അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ഗ്രന്ഥം. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരുടെ അബദ്ധവിശ്വാസങ്ങൾ പോലും സ്വാധീനിക്കാത്ത ഗ്രന്ഥം. ഭാഷാ പ്രയോഗങ്ങളിൽ പോലും പുരുഷലിംഗക്രിയയും സ്ത്രീലിംഗക്രിയയും ഉപയോഗിക്കുമ്പോൾ കൃത്യത പുലർത്തുന്ന ഗ്രന്ഥം. അതേപോലെ തന്നെ എണ്ണങ്ങൾ പോലും, ഖുർആനിലെ പരാമർശങ്ങളിലെ എണ്ണങ്ങൾ പോലും കൃത്യവും സൂക്ഷ്മവുമാണ് എന്ന് ആധുനിക ശാസ്ത്രം വിധിയെഴുതുന്ന ഗ്രന്ഥം. പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ഗ്രന്ഥം. ചരിത്ര പരാമർശങ്ങൾ നടത്തുമ്പോൾ ആ ചരിത്ര പരാമർശങ്ങളിൽ ഒരു സൂക്ഷ്മമായ അബദ്ധം പോലുമില്ല എന്ന് ആധുനിക ചരിത്ര ഗവേഷണങ്ങൾ സാക്ഷീകരിക്കുന്ന ഗ്രന്ഥം. അത്ഭുതകരമായ സാഹിത്യ സവിശേഷതകളുള്ള, അതിലൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരുവാനുള്ള വെല്ലുവിളിയെ ഒരാൾക്കും സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്ത അദ്വിതീയമായ സവിശേഷതകളുള്ള ഗ്രന്ഥം. പ്രായോഗികമായ കൃത്യമായ ധാർമ്മിക മാർഗനിർദ്ദേശം നൽകുകയും ആ കൃത്യമായ മാർഗനിർദ്ദേശത്തിലൂടെ മനുഷ്യരെ നയിക്കുവാൻ സാധിക്കുമെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥം. അതോടൊപ്പം തന്നെ അത് പ്രായോഗികമാണ് എന്ന് ചരിത്രത്തിൽ തെളിയിച്ചിട്ടുള്ള ഗ്രന്ഥം. പ്രായോഗികമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ലോകത്തിന് മാതൃകയായ ഒരു സമൂഹത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഗ്രന്ഥം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ അറിവ് നൽകി മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ഗ്രന്ഥം. 15 സവിശേഷതകളാണ് ഞാൻ പറഞ്ഞു പോയത്. ഈ സവിശേഷതകൾ തന്നെ ഇനിയും ഒരുപാട് സവിശേഷതകളുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലായും അടുത്ത ദിവസത്തിലും ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ചകളും പഠനങ്ങളും നടക്കുന്നത്. ഇവിടെയും തുറന്ന സംവാദമാണ്. തീർച്ചയായും നമുക്ക് പരിശോധിക്കാം പരിശുദ്ധ ഖുർആനിൽ അബദ്ധങ്ങളുണ്ടോ എന്ന്, പരിശുദ്ധ ഖുർആന്റെ അവകാശവാദങ്ങൾ ഏതെങ്കിലും സത്യസന്ധമാണോ എന്ന് പരിശോധനയ്ക്ക് വേണ്ടി, മാറ്റുരക്കുന്നതിന് വേണ്ടി, ഖുർആനിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ പഠിക്കണമെന്ന്, ഖുർആനിലെ ഈ ആശയ പ്രപഞ്ചത്തിലൂടെ കടന്നുപോയി ദൈവികമായ മാർഗനിർദ്ദേശത്തെ തിരിച്ചറിയണമെന്ന്, ആ മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോടെല്ലാവരോടുമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം നിങ്ങളുടെ പഠനത്തിന്, നിങ്ങളുടെ മനനത്തിന്, നിങ്ങളുടെ വിമർശനത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന വിഷയത്തിൽ അത്ഭുതകരമായ പ്രഭാഷണം നടത്തിയ അക്ബർ സാഹിബിന് 1000 നന്ദി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരമാണ്. എല്ലാവരും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പേര് രാഹുൽ. ഞാൻ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. എനിക്ക് വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ഒരു ചെറിയ സംശയങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ നട്ടലിന്റെയും പിറകലിന്റെയും ഇടയിൽ നിന്ന് സ്രവിക്കുന്ന ദ്രാവകം വഴിയാണ് പുരുഷബീജം ഉണ്ടാകുന്നത്. ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷേ ശാസ്ത്രലോകം പുതുതായിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, വൃക്ഷണങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇത് ഊറിയിറങ്ങുന്നതാണല്ലോ ശാസ്ത്രലോകം കണ്ടെത്തുന്നത്. ഇത് ഖുർആനിലെ ഒരു വൈരുദ്ധ്യമായിട്ട് എനിക്ക് എടുത്ത് കാണിക്കാൻ കഴിയുന്നതല്ലേ? രണ്ടാമതൊരു ചോദ്യം കൂടെയുണ്ട്. രണ്ടാമതുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഈ 7 ആകാശങ്ങളുടെ 7 ആകാശങ്ങളെ ക്രമീകരിക്കുകയും അതിന് മുകളിലായിട്ട് ഈ സ്രഷ്ടാവ് ആസനസ്ഥാനായിട്ടാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ ഈ 7 ആകാശങ്ങളുടെ ഒരു തെളിവ് ഈ വികസിച്ച ഇന്നത്തെ കാലത്ത് അതിനെക്കുറിച്ച് ഒരു വസ്തുനിഷ്ഠമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുരോഗമിച്ച രാഷ്ട്രത്തില് മനുഷ്യ ചിന്താഗതി വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഈ 7 ആകാശങ്ങളെ കുറിച്ചൊരു ചിന്ത ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രീതിയിലുള്ള ഒരു ദൃഷ്ടാന്തമല്ല ആ 7 ആകാശവും അതിനു മുകളിലുള്ള ഈ ദൈവത്തിന്റെ സ്ഥാനവും. അതിനെക്കുറിച്ച് ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എം അക്ബർ തരികയാണെങ്കിൽ.
സഹോദരൻ രാഹുലിന്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിൽ നട്ടലിനും വാരിയലിനും ഇടയിൽ നിന്നാണ് പുരുഷ ബീജം ഉണ്ടാകുന്നത് എന്നുള്ളൊരു പരാമർശമുണ്ട്. ഈ പരാമർശം ആധുനിക ശാസ്ത്രത്തിനെതിരല്ലേ? വൃഷണത്തിൽ നിന്നാണ് പുരുഷ ബീജം ഉണ്ടാകുന്നത് എന്നല്ലേ ഖുർആൻ പറയുന്നതെന്ന് സത്യത്തിൽ ഒരു ആധുനിക ശാസ്ത്രം പറയുന്നതെന്നാണ് രാഹുൽ പറയുന്നത്. ഖുർആനിനെതിരെയുള്ള ഒരു വിമർശനമായി ഒരുപാട് കാലമായി ഭൗതികവാദികളും ഇസ്ലാമിന്റെ വിമർശകരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാദമാണിത്. ഖുർആനിലെ 86-ാമത്തെ അധ്യായം സൂറത്തു ത്വാരിഖിലെ 6ഉം 7ഉം വചനങ്ങൾ, ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്. ഇതാണ് വചനം. അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു മാഇൽ നിന്നാകുന്നു. ആ മാ ദ്രാവകം പുറത്തു വരുന്നത് നട്ടലിന്റെയും വാരിയലിന്റെയും ഇടയിൽ നിന്നാകുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ പരാമർശം. തീർച്ചയായും ബീജങ്ങൾ ഉണ്ടാകുന്നത് വൃഷണത്തിൽ നിന്നാണ്, ശരീരത്തിന് പുറത്തുള്ള ഒരു സഞ്ചിയിൽ നിന്നാണ്. ശരീരത്തിന്റെ പൊതുശരീരത്തിൽ നിന്ന് പുറത്തുള്ള ലിംഗത്തോടനുബന്ധിച്ച് തൂങ്ങിക്കിടക്കുന്ന വൃഷണ സഞ്ചിയിൽ നിന്നാണ് ബീജങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ ഈ പരാമർശം അക്കാലഘട്ടത്തിൽ അറബികളുടെ വിശ്വാസം നട്ടെല്ലിന്റെ നിന്ന് ഇങ്ങനെ ഊറിയിറങ്ങുന്നതാണ് ബീജം എന്നായിരുന്നു. ആ അന്ധവിശ്വാസം മുഹമ്മദിനെ സ്വാധീനിച്ചിട്ട് മുഹമ്മദ് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥാണ്, അതിൽ അബദ്ധമാണ് എന്നായിരുന്നു വാദം. പക്ഷേ ആ വാദം ഉന്നയിക്കുവാൻ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഭൗതികവാദികൾക്ക് അവസരം ഉണ്ടായിരുന്നു. ഇന്ന് അവസരം പോയിരിക്കുന്നു ഭൗതികവാദികളെ എന്നാണ് ലാഹുലിന്റെ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് ആദ്യം പറയാം. എന്താ കാര്യം? ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, ഖുലിഖ മിൻ നുത്ഫത്തിൻ എന്നല്ല, തെറിച്ചു വീഴുന്ന ഒരു മാഇൽ നിന്ന്. മാഇ എന്ന് പറഞ്ഞ അറബി പദത്തിന് അറബി അടിസ്ഥാനമെങ്കിലും അറിയാവുന്ന ആർക്കും അറിയാവുന്നതാണ് ജലം, വെള്ളം, ദ്രാവകം എന്നെല്ലാമാണ് അർത്ഥം. ഖുലിഖ മിൻ മാഇൻ, തെറിച്ചു വീഴുന്ന ഒരു മാഇൽ നിന്നാണ്, ഒരു ദ്രാവകത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദ്രാവകം നട്ടെല്ലിന്റെയും വാരിയലിന്റെയും ഇടയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ബീജം, പുരുഷ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃഷണങ്ങളിൽ നിന്നാണ്, ശരിയാണ്. പക്ഷേ ആ വൃഷണങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുരുഷ ബീജം ആകെ പുരുഷൻ സ്രവിക്കുന്ന ശുക്ല ദ്രാവകത്തിന്റെ 2% മുതൽ 4% മാത്രമേ വരൂ. ബാക്കി ശുക്ല ദ്രാവകത്തിലുള്ള ബാക്കി വസ്തുക്കൾ, പുരുഷ ബീജത്തിന്റെ ബാക്കി 96 മുതൽ 98% വരെയുള്ള വസ്തുക്കൾ, അതിലെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് സെമിനൽ വെസിക്കിളുകൾ എന്നറിയപ്പെടുന്ന 4 ചിറകുകളായി സ്ഥിതി ചെയ്യുന്ന ഒരു അവയവത്തിൽ നിന്നാണ്. ആ സെമിനൽ വെസിക്കിളുകൾ സ്ഥിതി ചെയ്യുന്നത്, ആ സെമിനൽ വെസിക്കിളുകളിൽ നിന്ന് വരുന്ന ദ്രാവകങ്ങളും, അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റിൽ നിന്ന് ചില ദ്രാവകങ്ങൾ വരുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അറിയാലോ. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ദ്രാവകങ്ങളും ബീജവും അഥവാ വൃഷണങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ബീജവും 3ഉം കൂടി ഒരു സംഗമസ്ഥാനത്ത് വെച്ച് യോജിച്ചിട്ടാണ് സ്ഖലന സമയത്ത് പുറത്തേക്ക് ഇത് തള്ളിവിടുന്നത്. ഈ സെമിനൽ വെസിക്കിളിന്റെ സ്ഥാനം നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഏകദേശം അടിവയറിന്റെ പിന്നിലായിട്ട് ആണ് സെമിനൽ വെസിക്കിളിന്റെ സ്ഥാനം. നട്ടെല്ലിന്റെ അടിഭാഗവും വാരിയലിന്റെ അടിഭാഗവും തമ്മിൽ ഒരു ചാപം വരച്ചാൽ സെമിനൽ വെസിക്കിളുകൾ സ്ഥിതി ചെയ്യുന്നത് ബൈന സുൽബി വത്തറാഇബ് തന്നെയാണ്. സുൽബിന്റെയും തറായിബിന്റെയും നടുവിൽ തന്നെയാണ്. അഥവാ നട്ടെല്ലിന്റെയും വാരിയലിന്റെയും നടുവിൽ തന്നെയാണ് സെമിനൽ വെസിക്കിളുകൾ സ്ഥിതി ചെയ്യുന്നത്. ആ സെമിനൽ വെസിക്കിളുകളിൽ നിന്ന് പുറത്തു വരുന്ന, പ്രോസ്ട്രേറ്റിൽ നിന്നും പുറത്തു വരുന്ന 96 മുതൽ 98% വരെയുള്ള ദ്രാവകവും, അതേപോലെ ഈ 2% മുതൽ 4% വരെയുള്ള ബീജവും കൂടി യോജിപ്പിക്കപ്പെട്ട് ഈ സെമിനൽ വെസിക്കിളിനും അതേപോലെ വൃഷണത്തിനും നടുവിലുള്ള അടിവയറിന്റെ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഒന്നിച്ച് പുറത്തേക്ക് സ്ഖലിക്കുകയാണ് സ്ഖലന സമയത്ത് സംഭവിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പദപ്രയോഗങ്ങൾ വളരെ കൃത്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇതാണ് പിന്നെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത്. രണ്ടാമതായി നമ്മുടെ രാഹുൽ ചോദിച്ചിട്ടുള്ളത് 7 ആകാശങ്ങൾക്കുള്ള പദപ്രയോഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ ആകാശങ്ങൾക്ക് അതീതനാണ് പടച്ചതമ്പുരാൻ എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കൊരു അബദ്ധമല്ല. 7 ആകാശം എന്നല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ പറയാൻ പറ്റുമെന്ന്. 7 ആകാശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പലതവണ പറയുന്ന കാര്യമാണ്. പലതവണ പറയുന്ന കാര്യമാണ്. ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിലെ 15-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അലം തറ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാത്തിൻ തിബാഖ. അവർ കാണുന്നില്ലേ അള്ളാഹു 7 ആകാശങ്ങളെ അട്ടിയട്ടിയായി സൃഷ്ടിച്ചത്. വിമർശകന്മാർ പലതും പറയാറുണ്ട്. മേഘം ഇങ്ങനെ നോക്കിയപ്പോ മുഹമ്മദ് നബിക്ക് ഇങ്ങനെ അട്ടിയട്ടിയായിട്ട് 7 ആകാശം ഉണ്ട് തോന്നിയതാണെന്നാണ് ഒരു വാദം. പക്ഷെ അവർ കാണാത്തൊരു കാര്യമുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇതിൽ 1-ാമത്തെ ആകാശത്തെയാണ് ആകാശത്തിലെ സകല വിളക്കുകളും സകല നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് എന്ന്. മേഘ ഏതായിരുന്നാലും നക്ഷത്രത്തിന്റെ ചോട്ടിലാണെന്ന് മുഹമ്മദ് നബിക്ക് വെറും കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാലോ. അപ്പോ 1-ാം ആകാശത്തിൽ ഈ നക്ഷത്രങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയും ചെയ്യുക. അതിന് താഴെയുള്ള മേഘങ്ങളെ ആകാശങ്ങളായി മുഹമ്മദ് നബി തെറ്റിദ്ധരിച്ചു എന്ന് പറയും ചെയ്യുക. ഇതെല്ലാം കൂടി എങ്ങനെ ശരിയാവുക എന്ന് പലപ്പോഴും ഖുർആൻ വിമർശകർക്ക് തന്നെ ഒരു തരം സ്ഥലജല ഭ്രമം ബാധിക്കലാണ് ഇങ്ങനത്തെ സമയത്ത്. ഖുർആനെതിരെ ഒരു വടി കിട്ടിയാൽ അതിലെ യുക്തിയൊന്നും നോക്കാറില്ല ചില ആളുകൾ. കിട്ടിയ സ്പീഡിലാണ്ട് അടിക്കലാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഗതി? പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞതുപോലെ 1-ാം ആകാശത്തിലാണ്, ആ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആകാശത്തിലാണ് സകല നക്ഷത്രങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. സകല നക്ഷത്രങ്ങളും. ഈ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതുവരെ നമ്മൾ ഏകദേശം 10,000 കോടി നക്ഷത്ര കൂട്ടങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 10,000 കോടി ഗാലക്സികളെ. ഓരോ ഗാലക്സിയിലും ഏകദേശം 10,000 കോടിയോളം നക്ഷത്രങ്ങൾ വരും. അപ്പോ 10,000 കോടിയോളം നക്ഷത്രങ്ങളെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഗാലക്സികളെ, ആ ഓരോ ഗാലക്സിയിലും 10,000 കോടിയോളം നക്ഷത്രമുണ്ട്. ആ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ 10,000 കോടിയോളം നക്ഷത്രങ്ങൾ. ആ 10,000 കോടിയോളം നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യന്റെ ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മളുടെ ഭൂമി. ആ ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഒരു ജീവവർഗം മാത്രമാണ് ഹോമോസാപ്പിയൻ എന്ന നമ്മുടെ വർഗം. ആ ജീവവർഗത്തിൽ ഓരോ മെമ്പർമാരാ നമ്മൾ ഈ ഭൂമിയിൽ നിന്നിട്ട് ഇങ്ങനെ 1-ാം ആകാശം തന്നെ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ 10,000 കോടി ഗാലക്സികൾ 20% യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ 20% വരുമോ എന്ന സംശയത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ. അപ്പൊ 1-ാം ആകാശം തന്നെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 1-ാമത്തെ ആകാശം തന്നെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഭയങ്കരമായ രൂപപാട്, ആ സ്ഥൂല പ്രപഞ്ചത്തിന്റെ ഭീമാകാരമായ രൂപമാണ് നമ്മൾ കാണുന്നത്. എന്താ? 10,000 കോടിയോളം നക്ഷത്രങ്ങൾ, 20 നക്ഷത്രക്കൂട്ടങ്ങൾ. ഓരോ നക്ഷത്രക്കൂട്ടത്തിലും 10,000 കോടിയോളം നക്ഷത്രങ്ങൾ. ഇത് യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന നക്ഷത്ര പ്രപഞ്ചത്തിന്റെ 20% ആയിട്ടുണ്ടോ എന്ന സംശയം. അപ്പോ 1-ാം ആകാശത്തിന്റെ തന്നെ 20% പോലും നമ്മൾ ഇന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ നമ്മളാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 7-ാം ആകാശത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അഹങ്കാരമാണ്. തീർച്ചയായും ന്യൂട്ടന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആകെ വിചാരിച്ചിരുന്നത്, ന്യൂട്ടന്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ സൗരയൂഥം മാത്രമേ ഉള്ളൂ എന്നാണ്. അതിന്റെ പുറത്ത് ഒരു ആകാശ ഗോളുണ്ട്, അതും ഇങ്ങനെ പറ്റിച്ചു വെച്ച നക്ഷത്രങ്ങൾ, അതിനും അങ്ങനെ പറ്റിച്ചു വെച്ചിരിക്കുകയാണെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവിടുന്ന് മാറി. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗാലക്സിയെ പോലെയുള്ള 10,000 കോടിയോളം ഗാലക്സികൾ നമ്മൾ എണ്ണിക്കഴിഞ്ഞു. നമ്മൾ ആകാശം പഠിച്ചുകൊണ്ടിരിക്കുക. ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 1-ാം ആകാശം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ലാത്ത മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ 7 ആകാശങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി പറയുന്നു. ആ 7 ആകാശങ്ങളെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി സ്ഥാപിക്കുന്നു. അത് പടച്ചതമ്പുരാന്റെ അറിവിൽപ്പെട്ടതാണ്. അത് നമ്മുടെ നിരീക്ഷണങ്ങൾക്ക് ഇപ്പോൾ പ്രാപ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അതില്ല എന്ന് പറയാൻ ശാസ്ത്രത്തിന് ഒരിക്കലും സാധ്യമല്ല. ഇനി ആകാശത്തിനപ്പുറത്തുള്ള സ്രഷ്ടാവായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ്.
പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ തമ്പുരാൻ പ്രപഞ്ചത്തിൽ ഏഴാനാകാശത്ത് അത് അർഷിൽ പടച്ച തമ്പുരാന്റെ സിംഹാസനത്തിലാണ് എന്നും അതേപോലെ ആകാശങ്ങൾക്ക് അതീതനാണ് എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. സൃഷ്ടികർത്താവായ തമ്പുരാൻ പദാർത്ഥാതീതനാണ്, പ്രപഞ്ചത്തിന് അതീതനാണ്. നമ്മുടെ നിരീക്ഷണങ്ങൾക്കോ നമ്മുടെ അളവുകോലുകൾക്കോ നമ്മുടെ താരതമ്യങ്ങൾക്കോ വിധേയമല്ലാത്തുള്ളവനാണ് അവൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ താരതമ്യങ്ങൾക്ക് അതീതമാണ് അവന്റെ അസ്തിത്വം എന്ന് മനസ്സിലാക്കുകയും അവൻ പ്രപഞ്ചാതീതനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവായി ആ പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോൾ ആകാശങ്ങൾക്ക് അതീതനായിട്ടുള്ളവൻ എന്ന് പരിചയപ്പെടുത്തിയത് പ്രപഞ്ചാതീതനാണ്, പദാർത്ഥാതീതനാണ് അവൻ എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ചുരുക്കത്തിൽ ഏഴാകാശം എന്നുള്ള പരാമർശത്തിലോ അതേപോലെ തന്നെ നട്ടലിന്റെയും വാരിയലിന്റെയും ഇടയിൽ നിന്നാണ് പുരുഷ സ്രവമുണ്ടാകുന്നത് എന്ന പരാമർശത്തിലോ ഒരു അബദ്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത. ക്രൈസ്തവരാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് നമ്മൾ ഇന്ന് പറയുന്നത് 1400 വർഷം മുമ്പ് നമ്മുടെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്തുകൊണ്ട് ഈ സമുദായത്തിൽ നിന്ന് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നില്ല? രണ്ടാമത്തെ ചോദ്യം, വിഭചാരിയ ഖുർആൻ യാതൊരുവിധമായ കൈകടത്തലുമില്ലാത്ത പരിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ്. എന്നാൽ വിഭചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊരായത്ത് ഞങ്ങൾ ഖുർആനിൽ ഓതിയിരുന്നു. ഇപ്പോൾ ആ ആയത്ത് ഖുർആനിൽ ഇല്ല എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ആയ മുത്തഫഖൻ അലൈഹിയായ ഒരു ഹദീദുണ്ട്. ഈ ഹദീദ് വിശ്വസിച്ചാൽ ഖുർആൻ പൂർണ്ണമല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ബഹുമാന സുഹൃത്തിന്റെ 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത് ഞാൻ ഇവിടെ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആരും ആ കണ്ടുപിടുത്തങ്ങൾ നടത്താതിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ സുഹൃത്തോ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് എനിക്ക് അടിസ്ഥാനപരമായി പറയാനുള്ളത്. ഖുർആനിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് മനുഷ്യൻ കണ്ടുപിടിക്കേണ്ട സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് പരിശുദ്ധ ഖുർആൻ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാണ് എന്ന്, പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ കൃത്യവും സൂക്ഷ്മവുമാണ് എന്ന് ആധുനിക ശാസ്ത്രം തെളിവുകൾ നൽകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. 14 നൂറ്റാണ്ട് മുമ്പ് മനുഷ്യൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ഗ്രന്ഥമല്ല ഖുർആൻ. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾ നടക്കുമ്പോൾ മനുഷ്യൻ കണ്ടുപിടിക്കാൻ സാധ്യമല്ലാത്ത, ഞാൻ അവസാനം പറഞ്ഞ മരണാനന്തര ജീവിതത്തെയും പടച്ചവന്റെ അസ്തിത്വത്തെയും നന്മ തിന്മകളെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൽ പ്രകൃതിയെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ പരാമർശങ്ങൾ കൃത്യമാണ്, സൂക്ഷ്മമാണ്, അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാണ് എന്നാണ് പറഞ്ഞത്. തീർച്ചയായും ആ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാണ് എന്ന കാര്യം പലരും കണ്ടുപിടിക്കുമ്പോൾ തന്നെയാണ് ലോകം മനസ്സിലാക്കുക. അതല്ലാതെ മുസ്ലിങ്ങൾ ലോകത്തില് തീർച്ചയായും പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ അകലുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാതയിൽ നിന്ന് മുസ്ലിങ്ങൾ തെറ്റിപ്പോവുകയും ചെയ്തപ്പോ തീർച്ചയായും മുസ്ലിം ലോകത്തിന് അധപ്പതനം ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രരംഗത്തുള്ള യഥാർത്ഥത്തിൽ മുൻഗാമികൾ മുസ്ലിങ്ങളായിരുന്നു എന്നതെല്ലാം വസ്തുതയാണ്. ശാസ്ത്രലോകത്ത് പരിശുദ്ധ ഖുർആനിന്റെ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ശ്രവിച്ച് ശാസ്ത്രത്തെ ലോകത്തിന്റെ മുന്നിൽ ത്യാഗപൂർണമായി അവതരിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. ശാസ്ത്രമല്ലാതിരുന്ന കാലഘട്ടത്തിൽ, ശാസ്ത്രം ഒരു കറവപ്പശു അല്ലാതിരുന്ന കാലഘട്ടത്തിൽ, ശാസ്ത്രം എന്നൊരു കറവപ്പശുവാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗവേഷണം ചെയ്യുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ അതിന്റെ ഡിപ്പാർട്ട്മെന്റിനെല്ലാം ഒരുപാട് സാമ്പത്തിക ലാഭം നൽകുന്ന ഒരു കറവപ്പശുവാണ് ഇന്ന് ശാസ്ത്രം. എന്നാൽ ഇന്നലകളിൽ അതായിരുന്നില്ല. ത്യാഗം ആവശ്യമുള്ള കാലഘട്ടത്തിൽ, ശാസ്ത്രത്തിൽ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടാത്ത സമയത്ത് യൂറോപ്പ് ശാസ്ത്രം എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് മുസ്ലിം ലോകം പരിശുദ്ധ ഖുർആനിലെ ആഹ്വാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രലോകത്ത് ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളത് വസ്തുത. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഖുർആനിന്നും സുന്നത്തും അകന്നപ്പോ ഈ രംഗത്തും പിന്നോക്കം പോയി എന്നതും സത്യം. പക്ഷേ ആ സത്യങ്ങളൊന്നും തന്നെ നമ്മൾ ഈ പറഞ്ഞതിനെതിരാകുന്നില്ല. അഥവാ ഞാൻ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ലോകം കണ്ടുപിടിക്കുമ്പോൾ തന്നെയാണ്, ലോകം മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമാണ് എന്നുള്ളതിന് പുതിയ തെളിവുകൾ നമുക്ക് കിട്ടുന്നത്. ആ പുതിയ തെളിവുകളാകട്ടെ നമ്മളല്ലാത്ത ആളുകൾ പറയുമ്പോൾ തന്നെയാണ് അത് കൂടുതൽ സ്വീകാര്യമാകുന്നതും. ഇപ്പൊ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഭ്രൂണശാസ്ത്രജ്ഞനാണ്, എംബ്രിയോളജിസ്റ്റ് ആണ് കീത്ത് മൂറിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകം ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന പുസ്തകം, അത് പല യൂണിവേഴ്സിറ്റികളിലും എംബ്രിയോളജി പാഠപുസ്തകമാണ് മെഡിക്കൽ കോളേജിൽ.
അങ്ങനെയുള്ള കീത്തുമൂർ അദ്ദേഹം പരിശുദ്ധ ഖുർആനെ കുറിച്ച് അദ്ദേഹം ഭ്രൂണത്തെ കുറിച്ച് പഠിച്ചപ്പോ ഭ്രൂണശാസ്ത്ര രംഗത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അലക്ക് എന്നുള്ള പദം ആ സമയത്തുള്ള ഭ്രൂണത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല പദപ്രയോഗം ഏതാണ് എന്ന് അദ്ദേഹം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ വചനം കണ്ടപ്പോ അത്ഭുതപ്പെട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തോട് ഇസ്ലാമിക് അഡീഷൻസ് എന്നൊരു അഡീഷൻ കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം പണ്ഡിതനും അതേപോലെ തന്നെ ശാസ്ത്രജ്ഞനും വിശഗ്വരനുമായ ഡോക്ടർ അബ്ദുൽ മജീദ് സിന്ദാനി കൂട്ടിച്ചേർത്തിട്ട് ആ പുസ്തകം പിന്നീട് ടൊറന്റോ യൂണിവേഴ്സിറ്റി പുറത്തിറക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കീത്തുമൂർ പറയുമ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട്, കൂടുതൽ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പടച്ച തമ്പുരാൻ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ പുറത്തു നിന്നുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ബാധ്യത ഇല്ലാതെയാകുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലെ ശാസ്ത്ര സൂചനകൾ കണ്ടെത്തുവാൻ വേണ്ടിയല്ല, മറിച്ച് പടച്ച തമ്പുരാന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് അറിയാൻ, പടച്ചവൻ ഈ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ച് അറിയാൻ തീർച്ചയായും ലോകത്തെ കുറിച്ചുള്ള പഠനം അനിവാര്യമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അതിന് ആഹ്വാനം ചെയ്യുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ആകാശഭൂമികളിലെ ആകാശഭൂമികളുടെ സെട്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമെല്ലാം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ചിന്തിക്കുന്ന ആളുകൾ അവരെ കുറിച്ച് പിന്നീട് ഖുർആൻ പറഞ്ഞത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം എന്നാണ്. അല്ലാഹുവിനെ അവർ സ്മരിച്ചുകൊണ്ടിരിക്കും നിന്നും ഇരുന്നും കിടന്നും കൊണ്ട്. അങ്ങനെയാകുമ്പോൾ ുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കാനും പഠിക്കാനും ആകാശഭൂമികളെ കുറിച്ച് മനസ്സിലാക്കാനുമെല്ലാം സന്നദ്ധമാകണമെന്നത് ഖുർആന്റെ ആഹ്വാനാണ്. ഖുർആന്റെ മറ്റ് ആഹ്വാനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ പിന്നോട്ട് പോയതുപോലെ അവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ് എന്നുകൂടി ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയാണ്. മറ്റൊരു ചോദ്യം, പരിശുദ്ധ ഖുർആനിലെ വ്യഭിചാരിയെ കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പലപ്പോഴും വിമർശകന്മാർ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ആയത്ത്, അഥവാ വ്യഭിചാരിയെ കല്ലെറിയുവാൻ ഉള്ള ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നതാണ്. ഇത് വളരെ കൃത്യമായി പണ്ഡിതന്മാർ അത് വിശദമാക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സംഭവിച്ചിട്ടുള്ള ചില അടിസ്ഥാനപരമായ സംഗതികളുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആനിന്റെ പഠനശാഖയിൽ ഉലൂമുൽ ഖുർആനിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിലെ നസ്ഖ് എന്ന വിഭാഗത്തെ കുറിച്ച്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ദുർബലപ്പെടുത്തപ്പെട്ട ചില വിധികളുണ്ട്. ചില വിധികളുണ്ട്. ആ വിധികളിൽ രണ്ട് തരത്തിൽ ഉള്ള വിധികളുണ്ട്. ഒന്ന്, നിയമം ദുർബലപ്പെടുത്തുകയും വാക്യം നിലനിർത്തുകയും ചെയ്ത വിധികൾ. വാക്യം നിലനിർത്തുകയും നിയമം ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്ത വിധികൾ. മറ്റൊന്ന്, വാക്യം ദുർബലപ്പെടുത്തുകയും നിയമം നിലനിർത്തുകയും ചെയ്ത വിധികൾ. ഇതിൽ ഒന്നാമത്തേത് നിയമം ദുർബലപ്പെടുത്തുകയും വാക്യങ്ങൾ നിലനിർത്തുകയും ചെയ്ത വിധികളിൽ ഉദാഹരണമാണ് നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ലഹരിബാധിതരായി നമസ്കരിക്കരുത് എന്ന വിധി. നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ലഹരിബാധിതരായി നമസ്കരിക്കരുത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും നമസ്കരിക്കാത്ത സമയത്ത് ലഹരി ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല എന്നൊരർത്ഥം അതിൽ നിന്ന് ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അവർ മുടുക്കുടിയന്മാരും അരക്കുടിയന്മാരും എല്ലാമായിരുന്ന ആളുകൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച് മരണാനന്തര ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു മദ്യം എന്നത്. മദ്യം ഒറ്റയടിക്ക് നിർത്തലാക്കുക സാധ്യമായിരുന്നില്ല കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി ഇസ്ലാം മദ്യം നിർത്തലാക്കി. അതിലൊരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളോട് പറഞ്ഞു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു, മദ്യം അത് നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് ലഹരി ബാധിതരായിട്ടുണ്ടാകാൻ പാടില്ല. ഇത് മറ്റൊരു ആയത്ത് ഇറങ്ങി ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-91 വചനങ്ങൾ.
ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് തുടങ്ങി ഫൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുവാൻ ഒരുക്കമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവസാനിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. അതോടുകൂടി മദ്യം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടു. അതോടെ മറ്റേ വചനത്തിന്റെ ഹുക്കുമ് ഇല്ലാതെയായി, അഥവാ അതിലെ വിധി ഇല്ലാതെയായി. വചനം നിലനിർത്തി. എന്തുകൊണ്ട് വചനം നിലനിർത്തി? ഇത് അള്ളാഹുവിന്റെ യുക്തിയാണ്. ഇത് നമുക്ക് പൂർണ്ണമായും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. തീർച്ചയായും പടച്ച തമ്പുരാൻ അത് നിലനിർത്തി, അതിലെ നിയമം ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇത് നമുക്ക് ഹദീസുകളിൽ നിന്ന്, ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ ഹുക്കുമ് നിലനിർത്തുകയും നിയമം നിലനിർത്തുകയും ലഫ്ള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ദുർബലപ്പെടുത്തുകയും ചെയ്തതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു വചനമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അവിടെ ആ വചനം പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചിരുന്നു. പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച വചനം ഒരു പ്രത്യേക ഘട്ടത്തിൽ പടച്ച തമ്പുരാൻ തന്നെ അത് പിൻവലിച്ചു. അതിലെന്താ കുഴപ്പം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോ ഇവിടെ എന്നത് പടച്ചോന്റെ പ്രഖ്യാപനമാണ്. പടച്ച തമ്പുരാൻ തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നാം ഒരു വചനത്തിന് പകരം മറ്റൊരു വചനം പകരം നൽകാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിൽ, ഖുർആനിലെ 3-ാമത്തെ അധ്യായം. അപ്പോ ഇത് സ്വാഭാവികമായും സംഭവിക്കാം. അത് കൃത്യമായ സഹീഹ് മുസ്ലിമിലാകുമ്പോൾ പരമ്പര പൂർണ്ണമായി കൃത്യമായ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് അതിന് പൂർണ്ണത നൽകുന്നു. അതിലെ യുക്തി എന്താണ് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും യുക്തി നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ ഖുർആൻ സംരക്ഷിച്ചു എന്ന ഖുർആന്റെ അവകാശവാദത്തിനെതിരാണോ അത്? അതല്ല താനും. എന്തുകൊണ്ട്? ആ ഖുർആൻ പൂർണ്ണമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടു കൂടിയാണ്. അവസാനത്തെ വചനം അവതരിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അതോടുകൂടി പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി. ആ പൂർണ്ണമായതിനു ശേഷം, പ്രവാചകന്റെ കാലത്തിന് ശേഷം അതിൽ ആരും ഒരു കൈകടത്തലുകളും നടത്തിയിട്ടില്ല. റസൂലുള്ളാഹിയിൽ നിന്നാണ് നമ്മൾ ഖുർആൻ കേട്ടത്. ആ റസൂലുള്ളാഹിയിലൂടെ തന്നെ തിരുത്തപ്പെട്ടത് പടച്ചവന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ആ നിർദ്ദേശത്തിന് പിന്നുള്ള യുക്തി എന്താണ്? അത് അള്ളാഹുവിനറിയാം. ഈ പാറപ്പുറത്തൂന്ന് എറുമ്പ് വരുമെന്നൊന്ന് പറയുന്നുണ്ട്. അതിനെ കൊണ്ട് വിവരമായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അതേമാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ കീറി എന്ന് പറയും. അതിനെയൊക്കെ ഒന്ന് വിവരമായിട്ട് പറഞ്ഞേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ കീറി എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കണം എന്നാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ കീറിയതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉണ്ടായ ഒരു മുഅ്ജിസത്താണ്, ഒരു അത്ഭുതമാണ് ചന്ദ്രനെ പിളർത്തിയ സംഭവം. പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ആകാശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സത്യനിഷേധികളായ ആളുകൾക്കുള്ളൊരു തെളിവായി ചന്ദ്രൻ പിളർത്തി അവർക്ക് പ്രത്യക്ഷപ്പെടുത്തി. അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു മുഅ്ജിസത്താണ്. അദ്ദേഹത്തിന്റെ ഒരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. ആ മാനുഷിക ദൃഷ്ടാന്തം അന്നത്തോടുകൂടി അവസാനിച്ചു. അത് ആ കണ്ട ആളുകൾ കണ്ടു, മനസ്സിലാക്കി എന്നല്ലാതെ പിൽക്കാലഘട്ടത്തിലേക്ക് അവശേഷിച്ചിട്ടില്ല. അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അത് പിൽക്കാലഘട്ടത്തിൽ അവശേഷിപ്പിക്കപ്പെടാത്ത മുഅ്ജിസത്തുകൾ അക്കാലഘട്ടത്തിലേക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ മുൻപുള്ള പ്രവാചകന്മാരുടെയോ പ്രവാചകത്വത്തിനുള്ള തെളിവാണ്. ആ തെളിവ് മാത്രമേ ആ തെളിവ് അക്കാലത്ത് മാത്രമേ നിലനിന്നിട്ടുള്ളൂ. ഖുർആൻ ആകട്ടെ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന, ആർക്കും പരിശോധിച്ച ഖുർആന്റെ അത്ഭുതം ബോധ്യപ്പെടുത്താവുന്ന രൂപത്തിലാണ് പരിശുദ്ധ ഖുർആന്റെ അവസ്ഥ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മുമ്പിലത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യമാണ്, ആ ആയത്ത് അസ്ഥിരപ്പെട്ടു പോവുകയും നിയമം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് അക്ബർ സാഹിബ് പറഞ്ഞത്. പക്ഷെ ഖുർആനിന്റെ 3 ആയത്തിൽ നബിയുടെ ഭാര്യമാരാണ് ഈ മ്ലേച്ഛവൃത്തി ചെയ്യുന്നതെങ്കിൽ ഇരട്ടി ശിക്ഷ കൊടുക്കുകയും, അടിമ സ്ത്രീകളാണെങ്കിൽ പകുതി ശിക്ഷ കൊടുക്കുകയും, അല്ലാത്തവർക്ക് 100 അടി അടിക്കണം എന്ന ശിക്ഷാവിധി നിലനിൽക്കുമ്പോൾ ഈ എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആയത്ത് ഈ ആയത്തിന്റെ എതിരാകത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർക്ക് ഇരട്ടി ശിക്ഷയും അടിമ സ്ത്രീകൾക്ക് പകുതി ശിക്ഷയും കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇതിന് എതിരാവില്ലേ എന്നാണ് ചോദ്യം. 100 അടി അടിക്കണം എന്നുള്ള നിയമത്തിന് അനുകൂലമായും, അതെ, അത് മനസ്സിലായി. മറ്റേ എറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമത്തിന് എതിരാവില്ല എന്നാണ് ചോദ്യം. എതിരാവൂല എന്നാണ് ഉത്തരം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിയമങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. തീർച്ചയായും അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട നിയമം, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ആദ്യ കാലഘട്ടത്തിലെ നിയമം നിങ്ങൾക്കറിയാം.
സൂറത്തു നിസായിലെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്ന നിയമമാണ്. അവരെ ഒന്നു ചെയ്യാനും നിയമം ഉണ്ടായിരുന്നില്ല, അവരെ പീഡിപ്പിക്കാനും അവരെ മാറ്റി നിർത്താനും മാത്രമായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ നിയമം. പിന്നീടാണ് കൃത്യമായ നിയമം പിന്നീട് വന്നു, എന്ത്, ഈ അടിക്കാനുള്ള നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമായി ചില ആളുകളെ കൊന്നുകളഞ്ഞതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി. ആ പ്രായോഗികമായി കൊന്നുകളഞ്ഞതായിട്ടുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും വിവാഹിതരായ ആളുകളെയാണ് അത് ചെയ്തത് എന്നുള്ളത്. തീർച്ചയായും ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇരട്ടി ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശിക്ഷ അടിമകളായ ആളുകൾക്ക് പകുതിയാണ് എന്ന് എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. അടിമകളായ ആളുകൾ മറ്റൊരാളെ കൊന്നാൽ കൊല തന്നെയാണ് ശിക്ഷ. അടിമകളായ ആളുകൾ മറ്റൊരാളെ കൊന്നുകളഞ്ഞാൽ എന്ത് ചെയ്യണം? അടിമകളായ ആളുകൾ കളവ് നടത്തിയാൽ എന്ത് ചെയ്യണം? കളവ് നടത്തിയാൽ കൈ വെട്ടാന്നുള്ളതാണ് ശിക്ഷ. ആ കളവ് നടത്തിയാൽ പകുതി കൈ വെട്ടാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ പണ്ഡിതന്മാർ ാണ്. അതെന്താന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ അടിമ സ്ത്രീകളാകുമ്പോഴും അടിമ പുരുഷന്മാരാകുമ്പോഴും അവർക്ക് സ്വാഭാവികമായും തെറ്റുപറ്റാനുള്ള സാധ്യത, അവരുടെ നിർബന്ധിതമായ സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ടാകണം യഥാർത്ഥത്തിൽ ജഡ്ജി കാര്യങ്ങൾ വിധിക്കേണ്ടത് എന്നാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എല്ലാ ശിക്ഷകളുടെ കാര്യത്തിലും പകുതിയാക്കുക, നേർക്കുനേരെ പകുതിയാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതേസമയം ഇവിടെ വ്യഭിചാരികളായ അടിമ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അടിമ സ്ത്രീകൾ ഒന്നുകിൽ വിവാഹം ചെയ്യപ്പെട്ട ആളുകളായിരിക്കും, അതല്ലെങ്കിൽ അടിമ സ്ത്രീകൾ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായതുപോലെ ഉടമകളുടെ മാത്രം സ്വത്തായിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട്, അവർ നിർബന്ധിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ആ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് അവരുടെ പ്രയാസം ലഘൂകരിച്ചുകൊണ്ടാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സത്യവിശ്വാസികളുടെ മാതാക്കളായിട്ടുള്ള പ്രവാചക പത്നിമാരും അവരേത് തെറ്റ് ചെയ്താലും ഇരട്ടി ശിക്ഷ എന്ന് പറയുന്നത് ദുനിയാവിലെ കാര്യമല്ല, മരണാനന്തര ജീവിതത്തിലെ കാര്യമാണ്. പ്രവാചക പത്നിമാരുടെ തെറ്റുകൾക്കുള്ള ഇരട്ടി ശിക്ഷ എന്ന് പറയുന്നത് പരലോകത്തുള്ള വിഷയമാണ്, ദുനിയാവിലെ വിഷയമല്ല എന്നുള്ളതാണ് വസ്തുത. പണ്ഡിതന്മാർ ആ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഖുർആന്റെ തഫ്സീറുകളിൽ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ പേര് മൊയിനുദ്ദീൻ, ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഖുർആന്റെ ലിറ്റററി സ്കില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നമ്മൾ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാസീൻ, ഹാമീം, അലിഫ്ലാമീം തുടങ്ങിയ ഒരുപാട് സൂക്തങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ തഫ്സീറുകളിലെ പരിഭാഷകളിലൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നത് ഇത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ചില ആയത്തുകളും അതിന്റെ മീനിങ് ശരിക്കുള്ള ഇന്റർപ്രിട്ടേഷൻ അള്ളാഹുവിന് മാത്രം അറിയുള്ളൂ എന്നുള്ള. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ വിസ്ഡം, ഇത് ഇറക്കിയതിലുള്ള ഹിക്മത്ത് എന്താണെന്നുള്ള ഒരു ചോദ്യം, അതിന്റെ ഒരു ഉപചോദ്യം. ശരിക്കും നമ്മൾ ഒരു അറബി നജീം മഹഫൂസിന്റെ ഖലീൽ ജിബ്രാന്റെ ഒക്കെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അറബിക് സെൻസ് അല്ലെങ്കിൽ ഒരു ലിറ്റററി ഫീലിംഗ് അത് നമുക്ക് ഖുർആൻ വായിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒരു സാധാരണ ഒരു കുട്ടിക്ക് ലഭിക്കുന്നില്ല. മറിച്ച് ഒരു വലിയ സാഹിത്യകാരന്മാർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഒരു സാഹിത്യ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെയധികം ഉയർന്നു ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥത്തിന് എങ്ങനെയാണ് നമുക്കൊരു സാഹിത്യ ഗ്രന്ഥം എന്ന് പറയാൻ കഴിയുക എന്നുള്ളതാണ്. വളരെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളാണ് മൊയിനുദ്ദീൻ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, പരിശുദ്ധ ഖുർആനിൽ സൂക്തങ്ങളുടെ തുടക്കത്തിൽ ഉള്ള ചില ആയത്തുകളുടെ ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ എന്നല്ല പറയേണ്ടത്, അക്ഷരപ്രയോഗങ്ങൾ. ആ അക്ഷരപ്രയോഗങ്ങളുടെ വിസ്ഡം, അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? അത് പടച്ചവന് മാത്രം അറിയുള്ളൂ എങ്കിൽ അത് എന്തുകൊണ്ടാണ് പിന്നെ വെച്ചത്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിന്റെ ഒരു വിസ്ഡം എന്നത് ഇന്നും ഇന്നലെയും കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഭാഗങ്ങൾ ഇല്ലെങ്കിലും പരിശുദ്ധ ഖുർആനിലെ സന്ദേശവും ഖുർആനിന്റെ സാഹിത്യവും ഖുർആനിന്റെ പാഠവും എല്ലാം പൂർണ്ണമാണ്. ഇന്നലകളിൽ തഫ്സീറുകൾ എഴുതിയ കാലഘട്ടത്തിൽ അത് മനസ്സിലാകായ്മ കൊണ്ട് തന്റെ ചില ആളുകൾ തീരെ അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് എഴുതി വെച്ചു. അതേപോലെ തന്നെ ആ അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് എഴുതി വെച്ചപ്പോൾ തന്നെ ചിലരെല്ലാം അവരുടേതായ വീക്ഷണങ്ങൾ പറയുകയും ചെയ്തു. ചിലർ അലിഫ്ലാം മീം എന്ന് പറഞ്ഞാൽ അള്ളാഹു ജിബ്രീൽ മുഹമ്മദ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു വെച്ച ആളുകളുണ്ട്. അതേപോലെ പലതും പറഞ്ഞവരുണ്ട്.
ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലെല്ലാം എന്താണ് ഇതിന്റെ വിസ്ഡം എന്ന് ഇന്ന് വരെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നേർക്കുനേരെ പറയാൻ എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇവിടെ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്ന മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങൾ എത്രത്തോളം കൃത്യമാണെന്നോ എത്രത്തോളം സൂക്ഷ്മമാണ് എന്നോ ഞാൻ പൂർണ്ണമായി പരിശോധിച്ചിട്ടില്ല. പക്ഷെ ആ പഠനങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലെ ഇതേപോലെയുള്ള ആ അധ്യായങ്ങളുടെ തുടക്കത്തിൽ വന്നിട്ടുള്ള അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ആ അധ്യായങ്ങളിൽ ഈ അക്ഷരങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുള്ളത് അതിന്റെ സംഖ്യാപരമായ മാനുഷികതയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പഠനം. അപ്പോ ചിലപ്പോൾ ഇത്തരം അത്ഭുതങ്ങൾ ഖുർആനിൽ ഉണ്ടാകാം. അത് നമുക്ക് ഇപ്പോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പിന്നീട് മനസ്സിലാകുന്നത് ഉണ്ടാകാം. പിന്നെ മനസ്സിലാകുന്നു എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പൂർണ്ണതക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഖുർആന്റെ സന്ദേശങ്ങൾക്ക് ഒരിക്കലും അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനിൽ നമുക്ക് മനസ്സിലാകാത്ത ചില ഭാഗങ്ങളുണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതാണ്. മുഹ്കമല്ലാത്ത മുതശാബിഹായ കാര്യങ്ങൾ, ആ മുതശാബിഹായ കാര്യങ്ങളിൽ ചിലപ്പോ ഈ ഭാഗങ്ങളും ഉൾപ്പെടാം. അതിപ്പോഴല്ലെങ്കിൽ നാളെ അതിന്റെ വിസ്ഡം, അതിന്റെ പിന്നിലുള്ള അറിവ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകാം എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ ഒന്നാമത്തെ ചോദ്യത്തിന്. രണ്ടാമത്തെ ചോദ്യം, പരിശുദ്ധ ഖുർആൻ ഒരു ആസ്വാദകന്റെ മുന്നിൽ തീർച്ചയായും ഒരു സാഹിത്യകൃതിയുടെ കൃത്യമായ ഫലം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഖുർആനിനെ സമീപിക്കുന്ന രീതിയുടെ വ്യത്യാസമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ട, ഓതിക്കേട്ട, മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന കുറെ ആശയങ്ങളാണ്. ഈ ആശയങ്ങളെ ഖുർആൻ ഒരു പ്രത്യേക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ആ ഖുർആന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആ ആശയങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ്. പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ, ആ ആശയങ്ങൾ ഒരിക്കലും മടുപ്പ് തോന്നിപ്പിക്കാത്ത രൂപത്തിൽ ആവർത്തിച്ചുകൊണ്ടും ഹൃദയത്തിനകത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മിൽ മാറ്റമുണ്ടാക്കുന്ന രീതിയാണ് പരിശുദ്ധ ഖുർആന്റെ രീതി. ഏതെങ്കിലും ഒരു അറബി സാഹിത്യകാരന്റെയോ അല്ലെങ്കിൽ മലയാള സാഹിത്യന്റെ ഏത് സാഹിത്യകൃതിയാണെങ്കിലും സാഹിത്യകൃതികൾക്ക് സത്യത്തിൽ സമൂഹത്തെ മാറ്റുന്നതിൽ കാര്യമായ പങ്കൊന്നും വഹിക്കാൻ ഉണ്ടാവാറില്ല. അത് വൈകാരിക നിലവാരത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ആസ്വാദനം എന്നുള്ള നിലക്കാകുമ്പോൾ നോവൽ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നോവലുകൾ വലിയ രസം നൽകും, അത് ഒരു എന്റർടൈൻമെന്റ് ആകും, അതിന് മാനസികമായി ഒരു സംതൃപ്തി ഉണ്ടാകും. കവിത ഇഷ്ടപ്പെടുന്ന ആൾക്ക് കവിതയിൽ ഒരു സംതൃപ്തി ഉണ്ടാകും. ഏതൊരു സാഹിത്യ ശാഖയാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിൽ ഒരു സംതൃപ്തി ഉണ്ടാകും എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അത് അടിസ്ഥാനപരമായ വിപ്ലവങ്ങൾക്ക്, മാറ്റങ്ങൾക്ക് നിമിത്തമാവുക എന്നുള്ളത് തുലോം വിരളമാണ്. അപ്പോ അതേസമയം പരിശുദ്ധ ഖുർആനാകട്ടെ ഖുർആനിന്റെ സാഹിത്യ ഭംഗി അതേപോലെ നിലനിർത്തിയിട്ട് ആ സാഹിത്യ ഭംഗി പക്ഷേ നമ്മുടെ മനസ്സിനകത്തേക്ക് അത് കടക്കുകയും ആ കടന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് മാറ്റം ഉണ്ടാക്കി അത് നമ്മുടെ ശരീരത്തിലേക്ക് പകരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സാഹിത്യം സാർത്ഥകമാകുന്നത് അത് ശ്രോതാവിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടാണെങ്കിൽ ഖുർആനിക സാഹിത്യം സാർത്ഥകമാണ്. പക്ഷെ വിദ്യാർത്ഥികൾക്ക് അത് അത്ര അങ്ങോട്ട് ആസ്വാദനം തോന്നുന്നില്ല എന്ന് തോന്നുന്നത് ആസ്വാദനത്തിന്റെ നിലവാരം കൊണ്ടാണത്. വിദ്യാർത്ഥി എന്നോ ബുദ്ധിജീവി എന്നോ വ്യത്യാസമില്ല ഖുർആനിന്റെ ശൈലിക്ക്. നമ്മുടെ നിലവാരം, നമ്മളൊരു സാഹിത്യകൃതി, സാധാരണ നമ്മൾ വായിക്കുന്ന ഒരു നോവൽ, ഒരു കവിത, ആ കവിതാസ്വാദനത്തിന്റെ കേവലമായ തലച്ചോറ് വെച്ച് അതിന്റെ ഒരു പ്രിമൈസിൽ, അതിന്റെ ഒരു ഭൂമികയിൽ ഖുർആൻ നോക്കുമ്പോൾ ഖുർആൻ നമുക്ക് സംതൃപ്തി നൽകുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ വേറെ നോവലിന്റെ ഒരു രീതിയിൽ ഖുർആൻ നോക്കുമ്പോൾ അത് ചിലപ്പോൾ സംതൃപ്തി നൽകിക്കൊള്ളുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ എന്നത് മനുഷ്യരേക്ക് മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥാണ്. ആ ഒരു തലത്തിൽ തന്നെ ഖുർആനെ നോക്കുകയും അതിന്റെ ഒരു ആസ്വാദ്യത നമ്മൾ അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മളിൽ മാറ്റം ഉണ്ടാകും, നമ്മൾക്ക് ആസ്വാദനം ഉണ്ടാകും. ആ ആസ്വാദനമാണല്ലോ ഖുർആനിനെ പഠിച്ച ആളുകളെ മാറ്റിയിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, പഠിത്തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് നമ്മൾ നേരത്തെ കേട്ടു, ചരിത്രത്തിൽ ഉടനീളം സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അറബിയാണെന്ന് വിചാരിക്കുക, അറബി അല്ലാത്ത ആൾ, ഇപ്പോ മാർമഡിയുക് പിക്താൾ ഉദാഹരണത്തിന്, മാർമഡിയുക് പിക്താൾ പരിശുദ്ധ ഖുർആന്റെ ഭാഷ പഠിക്കുന്നത് തന്നെ ഖുർആനെ വിമർശിക്കാൻ വേണ്ടിയാണ്.
മാർമഡിയുക് പിക്താൾ എന്ന ഓറിയന്റലിസ്റ്റ് ഖുർആനെ വിമർശിക്കാൻ വേണ്ടി അറബി പഠിക്കുന്നു. അറബി പഠിച്ചതിന് ശേഷം ഖുർആനെ വിമർശിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് തളച്ചു കയറുന്നു. അത് ഖുർആനിലെ 2 അധ്യായം കഴിയുന്നതോടുകൂടി അദ്ദേഹം സ്വയം മുസ്ലിമായി മാറാണ്. എന്നിട്ട് അദ്ദേഹം ആരെ വിമർശിക്കുവാൻ വേണ്ടിയാണോ ഖുർആനും അറബിയും പഠിക്കാൻ തുടങ്ങിയത്, അദ്ദേഹത്തിന്റെ പേര് തന്നെ സ്വയം സ്വീകരിച്ച് മുഹമ്മദ് മാർമഡിയുക് പിക്താൾ എന്ന പേര് സ്വീകരിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഒന്ന് അദ്ദേഹം രചിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിലൂടെ ഖുർആനിന്റെ ആശയത്തെ മനസ്സിലാക്കിയാണ്. ഞാൻ പറയുന്നത് ഇതെന്താ സംഭവിച്ചത്? ഇത് സംഭവിച്ചത് ഖുർആനിന്റെ സാഹിത്യം തന്നെയാണ്, ഹൃദയത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ഖുർആന്റെ കഴിവാണ്. പക്ഷേ ആസ്വാദനത്തിന്റെ ഒരു തലം വെച്ചുകൊണ്ട് നമ്മളത് നോക്കണം. ഇപ്പൊ മലയാളത്തിന് ആസ്വാദനത്തിന്റെ തലങ്ങൾക്ക് വ്യത്യാസമല്ലേ? ഇപ്പൊ സ്ഥിരമായിട്ട് മനോരമയും മംഗളവും വായിക്കണ അതിലെ നോവലുകൾ ആസ്വദിക്കുന്ന ഒരാളോട് മലയാളത്തിലെ ഒരു നല്ല മുകുന്ദന്റെയോ അതല്ലെങ്കിൽ ആനന്ദിന്റെയോ ഒരു നോവൽ കൊടുത്തിട്ട് വായിച്ചാൽ അയാൾ പറയും, ഇത് എനിക്കൊന്നും മനസ്സിലാവണില്ല, എനിക്ക് ഇതെന്തൊരു രസമുള്ളത്, അതിനേക്കാളും നല്ല മനോരമയിൽ ആ തുടർ നോവലൊന്ന് വായിച്ചു നോക്കുക, എന്താ ഹരം എന്ന് പറയും. കാരണം എന്താ? ആസ്വാദന നിലവാരത്തിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. അപ്പോ ഖുർആനിനെ നമ്മൾ സമീപിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് ഖുർആൻ സമീപിച്ചാൽ അതൊരു ഉന്നതമായ സാഹിത്യ മൂല്യവും ആ മനസ്സിൽ മാറ്റം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ആസ്വാദനം നമുക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ചരിത്രത്തിലെ അനുഭവം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാജൻ, സ്ഥലം കാസർഗോഡാണ്. ഖുർആൻ തെറ്റുകളെ വിലക്കുന്നതിലുപരി തെറ്റുകളിലേക്കുള്ള വാതിൽ അടുക്കാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഖുർആനിലെ പല നിയമങ്ങൾ തന്നെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖുർആന്റെ നിയമങ്ങൾ തന്നെ പലരും തെറ്റിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ഖുർആൻ ഈ തെറ്റുകളിലേക്ക് വാതിൽ അടക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഖുർആന്റെ നിയമങ്ങളെ തന്നെ ദുർബലപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? ഖുർആൻ തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നതിന് പകരം, തെറ്റുകളെ വിലക്കുന്നതിന് പകരം തെറ്റുകളിലേക്കുള്ള വാതിലുകൾ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഖുർആനിലെ നിയമങ്ങളെ തന്നെ ചിലർ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അത് ഖുർആനിക നിയമങ്ങളുടെ അപ്രായോഗികതയല്ലേ കാണിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഖുർആനിന്റെ പ്രായോഗിക പ്രയാസമല്ലേ കാണിക്കുന്നതെന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഖുർആനിക നിയമം എന്നല്ല ഏത് നിയമവും ആർക്കും ദുരുപയോഗപ്പെടുത്താം. ദുരുപയോഗപ്പെടുത്തുക എന്നത് നിയമത്തിന്റെ ദോഷമല്ല കാണിക്കുന്നത്, മറിച്ച് ആളുകളുടെ തകരാറാണത്. ആളുകൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അത്. അത് ഏത് നിയമത്തിനും ആ ഒരു വാതിലുണ്ട്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമങ്ങളെ ഇസ്ലാമികമായൊരു സാമൂഹ്യ സംവിധാനത്തിൽ ദുരുപയോഗപ്പെടുത്തുവാൻ സാധ്യത തുരവും വിരളമാണ്. ഇസ്ലാമിക നിയമത്തിൽ ഏതിനെയാണ് ദുരുപയോഗപ്പെടുത്താൻ കഴിയുക? ഇസ്ലാമികമായ സാമൂഹ്യ സംവിധാനത്തിൽ. ഇസ്ലാമികമായ ഒരു സാമൂഹ്യ സംവിധാനം ഇല്ലാതെയാകുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളല്ലാതെ കേവലം പേര് മാത്രമുള്ള ആളുകളായി തീരുകയും അങ്ങനെ പേരുള്ള ആളുകൾ അവരുടെ താല്പര്യമുള്ളിടത്ത് മാത്രം ഇസ്ലാമിക നിയമങ്ങൾ ഉപയോഗിക്കുകയും അല്ലാത്തടത്തെല്ലാം അവർക്ക് തോന്നിയാസനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് ഇസ്ലാം പിഴച്ചിട്ടില്ല. ഇസ്ലാം മുസ്ലിം എന്ന ഒരു സംജ്ഞയെ തന്നെ കാണുന്നത് ഒരു ആദർശം സ്വീകരിച്ച ഒരു വ്യക്തിയായിട്ടാണ്, അതല്ലാതെ ഒരു പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള ഒരു അവകാശമായിട്ടല്ല. മുസ്ലിം എന്ന് പറയുമ്പോൾ സമർപ്പിച്ചവൻ എന്നാണ് അർത്ഥം. ജീവിതത്തെ പടച്ചവന് സമർപ്പിച്ചവനാണ് മുസ്ലിം. അഥവാ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവനാണ് അവൻ. അവൻ ജീവിതത്തിൽ ഒന്നും പടച്ചവന്റെ നിയമമില്ല, ജീവിതത്തിൽ ഒരു സ്ഥലത്തും പടച്ചവനെ പറഞ്ഞതനുസരിച്ച് ജീവിക്കണില്ല. പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൽ മാത്രം ഞാൻ ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. അതിന് ഇസ്ലാം പിഴച്ചിട്ടില്ല. ഇസ്ലാമികമായൊരു സാമൂഹ്യ സംവിധാനത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കാനുള്ള സാധ്യത വിരളാണ്. എങ്കിൽ പോലും ഇസ്ലാമിക സാമൂഹ്യ സംവിധാനത്തിലാണെങ്കിൽ പോലും ദുരുപയോഗപ്പെടുത്തുന്നവരുണ്ടാകാം, ചിലപ്പോൾ കളവ് പറയുന്നവരുണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് ചില ആളുകൾ നീതിയുടെ പ്രശ്നങ്ങൾ, പലരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോ ആ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ പദം കേട്ട് നിങ്ങളുടെ ന്യായങ്ങൾ കേട്ട് ചിലപ്പോ നിങ്ങൾക്ക് അനീതി ഞാൻ വിധിച്ചു തന്നേക്കാം. കാരണം നിങ്ങളുടെ പദങ്ങൾ അനുസരിച്ചേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അനീതി വിധിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് വെട്ടിത്തരുന്നത് നരകത്തിന്റെ കഷ്ണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ നിങ്ങൾ ഒരു തന്ത്രങ്ങളിലൂടെ അനീതി ചെയ്യാൻ നിയമകൂടത്തെ പ്രേരിപ്പിക്കരുത് എന്നർത്ഥം. ഇത് റസൂലുള്ളാഹിന്റെ സദസ്സിൽ പോലും സംഭവിക്കാം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് സ്വാഭാവികമാണ്. അതിന് ഇസ്ലാമിക നിയമങ്ങളുടെ കുഴപ്പമല്ലാതെ അത്
ആ നിയമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇസ്ലാം എന്നത് ഹൃദയത്തിലേക്ക് കടക്കാത്ത ആളുകളായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. എന്റെ സംശയം മയ്യത്ത് നമസ്കാരത്തിനെ കുറിച്ചാണ്. സ്ത്രീകള് ഇപ്പോഴ് മയ്യത്ത് നമസ്കാരം നമ്മുടെ വീട്ടിൽ നിർവഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഫർദ് നമസ്കാരമാണ് മയ്യത്ത് എന്ന് അറിയപ്പെടുന്നു. അതിന്റെ വിധി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സഹോദരങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്നൊരു പൊതുവിഷയപാട് നമ്മളിന്ന് ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനുള്ള ഒരു വേദിയായി ഇത് ഉപയോഗിക്കരുത്, അതിന് മറ്റു വേദികൾ നമ്മളെടുത്തിട്ടുണ്ട്. ഇവിടെ സഹോദരി ചോദിച്ചിട്ടുള്ളത് കർമ്മശാസ്ത്ര സംബന്ധിയായ ഫിഖഹിയായ ഒരു ചോദ്യമാണ്. തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും പള്ളികളിൽ ഇമാമിങ്ങളെ കണ്ടാൽ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഫിഖഹിൽ പണ്ഡിതന്മാർക്കിടയിൽ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വിധി പറയുക എന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു പണിയല്ല. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മഹലിലെ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യുക. ചുരുക്കത്തിൽ മയ്യത്ത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മയ്യത്ത് നിസ്കാരം ഫർളാണ്. പക്ഷേ അത് സമൂഹത്തിനാണ്, സാമൂഹികമായ നിർബന്ധ ബാധ്യതയാണ്. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മയ്യത്ത് ഒരാളെങ്കിലും നമസ്കരിച്ചിരിക്കണം. അപ്പോ സ്ത്രീകൾക്ക് നമസ്കരിക്കാവുന്നതാണ്, വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുക എന്ന് ഇവിടെ സഹോദരി പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഫർള് എന്നുള്ളത് ഒരാൾ നമസ്കരിച്ചാൽ, ഒരാളുടെ മയ്യത്ത് നമസ്കരിച്ചാൽ ആ അടിസ്ഥാനപരമായ സാമൂഹ്യ ബാധ്യത വീടും എന്നുള്ളതാണ് ഇസ്ലാമികമായ നിയമം. അതാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കർമ്മശാസ്ത്രപരമായ ചോദ്യങ്ങൾക്കുള്ള അവസരമല്ല ഇത്. സഹോദരങ്ങളെ, ഇത്തരം ഒരു വേദി തീർച്ചയായും വലിയൊരു അനുഗ്രഹമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ നടക്കുന്ന എക്സിബിഷനും അതേപോലെ തന്നെ ഉള്ള ചർച്ചകളും പഠനങ്ങളുമെല്ലാം നടക്കുമ്പോൾ ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ എന്ന ഈ മഹത്തായ ഗ്രന്ഥം, അത്ഭുതങ്ങളുടെ അത്ഭുതമായ ഗ്രന്ഥം, ആ ഗ്രന്ഥം പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് കൂടുതൽ ആസ്വാദകരമായി അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ അമാനുഷികത ബോധ്യപ്പെടുവാനുമെല്ലാം നിമിത്തമാകുന്ന രൂപത്തിൽ ഖുർആനിന്റെ പഠനത്തിന് ഈ ഒരു വേദി, ഇത്തരം വേദികൾ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും അതിന് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഒരിക്കൽ കൂടി ഇത്തരം ഒരു വേദി സംഘടിപ്പിച്ച യൂണിവേഴ്സിറ്റിയുടെ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെയും അതിലെ എല്ലാ സഹോദരങ്ങളെയും അവരോടുള്ള കൃതജ്ഞത കേവല വാക്കുകൾക്കപ്പുറത്ത് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സർവ്വലോക രക്ഷിതാവായ തമ്പുരാനെ, ഇതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച എല്ലാ സഹോദരങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അവരെ നീ ആദരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവാണല്ലോ എല്ലാ കൃതജ്ഞതയെക്കാളും അത്യുന്നതനായ നമ്മുടെ തമ്പുരാൻ പടച്ചവനാണ്. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലത്തിന്, അവന്റെ തൃപ്തിക്ക് പാത്രമാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും അറബിക് ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ വലിയ ഒരു മാതൃകയാണ് കാണിച്ചിട്ടുള്ളത്. ഭാഷ എന്നുള്ള നിലക്ക് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട അറബി ഭാഷയുടെ അടിത്തറ തന്നെ ഉണ്ടാകുന്നത്, അതിന്റെ ഗ്രാമറും എല്ലാം നിർദ്ധരിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ആ നിലക്ക് പരിശുദ്ധ ഖുർആന്റെ ഭാഷയെയും സാഹിത്യത്തെയും സ്വാധീനത്തെയും അതിന്റെ അത്ഭുതത്തെയുമെല്ലാം ബോധ്യപ്പെടുത്തുന്ന ഇത്തരം പരിപാടികൾ വളരെ ഒരു അക്കാദമികമായ നിലവാരത്തിൽ നടക്കുന്നത് വളരെയധികം സന്തോഷകരമാണ്. സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ സഹോദരങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി പരലോകത്ത് ആദരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം. ഖുർആന്റെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പുലർത്തി ജീവിതത്തെ മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കുവാൻ ശ്രമിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം സഹോദരങ്ങളല്ലാത്ത ഇത് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഖുർആൻ ഒന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഖുർആന്റെ ആശയം എന്താണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാൻ. ഖുർആനിനെതിരെ ഒരുപാട് ആരോപണങ്ങളും വിമർശനങ്ങളും നടക്കുമ്പോൾ ഇതെല്ലാം ഖുർആൻ പറയുന്നത് തന്നെയാണോ എന്ന് പരിശോധിക്കാനെങ്കിലും ഖുർആന്റെ ആശയങ്ങളിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിക്കണം എന്ന് വളരെ വിനീതമായി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വാഖിർ ദവാന